റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, അലാ ഇന്ന ലിറബ്ബിക്കും ഫീ അയ്യാമി ദഹ്രിക്കും ലനഫഹാത്തിൻ അലാ ഫതഅറബൂ ലഹാ. തീർച്ചയായും നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു അവന്റെ റഹ്മത്തിന്റെ അനുഗ്രഹത്തിന്റെ കാറ്റുകൾ അടിച്ചു വീശും. ആ കാറ്റുകൾ അടിച്ചു വീശുമ്പോ നിങ്ങൾ അതിലേക്കൊന്ന് നിന്നുകൊടുക്കണം. ഫതഅറബൂ ലഹാ, നിങ്ങൾ ആ മന്ദമാരുതൻ സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കണം എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്. ആ കാറ്റ് വിശുദ്ധ റമദാൻ പോലെയുള്ള, വിശുദ്ധ റബീഉൽ അവ്വൽ, വിശുദ്ധ മുഹറം, വിശുദ്ധമായ ദുൽഹിജ്ജ മാസം, ഇങ്ങനെ പുണ്യരാവുകളും ദിവസങ്ങളും മാസങ്ങളും ദിവസങ്ങളും മുഹൂർത്തങ്ങളും നമ്മിലൂടെ കടന്നു പോകുമ്പോ നിങ്ങൾ അതിലേക്കൊന്ന് ഒരുങ്ങി നിൽക്കണം, അതിന്റെ പുണ്യങ്ങൾ കരസ്ഥമാക്കാൻ. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ റമദാനോടുകൂടെ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവണം. ഒരു അമൽ കബൂൽ ചെയ്യപ്പെട്ടതിന്റെ അടയാളം നമ്മുടെ ഉലമാ വിശദീകരിച്ചിട്ടുണ്ട്. അത് ഉംറയായാലും ഹജ്ജായാലും റമദാനായാലും ഒരു അമൽ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ, അത് പ്രധാനമാണ്. വിശുദ്ധ റമദാനിനെ സലഫ് സ്വാലിഹീങ്ങൾ 6 മാസം ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹുമ്മ സല്ലിംനാ ഇലാ റമദാൻ വസല്ലിം റമദാന ലനാ. അല്ലാഹുവേ, ഞങ്ങളെ സുരക്ഷിതമായി റമദാനിലേക്കും റമദാനിനെ സുരക്ഷിതമായി ഞങ്ങളിലേക്കും നീ എത്തിച്ചു തരണമേ. 6 മാസം, റമദാൻ വരുന്നതിന്റെ 6 മാസം മുമ്പ് ദുആ ചെയ്യും. നമ്മൾ ദുആ ചെയ്യാറുണ്ട് റജബ് വന്നാൽ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമദാൻ. 2 മാസം മുമ്പാണ്. അതിന്റെയും 4 മാസം മുമ്പ്, റമദാനിന്റെ 6 മാസം മുമ്പ് വരെ നമ്മുടെ മുൻഗാമികളായ സ്വാലിഹീങ്ങൾ ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുവേ റമദാൻ തരണേ പടച്ചോനെ. റമദാൻ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ഒരു 6 മാസം അവർ ദുആ ചെയ്യുന്നത് എന്താണ്? അല്ലാഹുമ്മ തഖബ്ബൽ മിന്നാ. അല്ലാഹുവേ, റമദാനിൽ ഞങ്ങൾ ചെയ്ത നോമ്പും സദഖയും ഖുർആനും തറാവീഹും ഖിയാമുൽ ലൈലും തഹജ്ജുദും വിത്റുമൊക്കെ ഞങ്ങൾ ഇന്ന് സ്വീകരിക്കണം അല്ലാഹ്. 6 മാസം ദുആ ചെയ്യും. റമദാൻ വരാൻ 6 മാസം, റമദാൻ കഴിഞ്ഞിട്ട് 6 മാസവും. അപ്പൊ റമദാൻ അവരുടെ മുഖ്യ അജണ്ടയാണ്. അതിന്റെ മുമ്പും ശേഷവും. മുമ്പ് വരാൻ വേണ്ടി, റമദാൻ കഴിഞ്ഞു പോയാൽ അല്ലാഹു സ്വീകരിക്കാൻ വേണ്ടി. സ്വീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ അടയാളം വരും, അതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും. തെറ്റ് ചെയ്തിരുന്ന ആളുകൾ തെറ്റുകൾ നിർത്തി നന്മയിലേക്ക് വരും. നന്മയുണ്ടായിരുന്ന ആളുകൾ അത് വർദ്ധിപ്പിക്കും. അവരുടെ അമലുകളിൽ സിയാദത്ത് വരും, വർധനവ് വരും. മോശപ്പെട്ട സുഹൃത്തുക്കളെ ഒഴിവാക്കി പുതിയ സുഹൃത്തുക്കൾ വരും. മോശപ്പെട്ട മജ്ലിസുകൾ, ഗാലറികളിലും സിനിമാ തിയേറ്ററുകളിലും ഗാനമേളകൾക്കും പോയിരുന്ന ആളുകൾ അതൊക്കെ മതിയാക്കി ഇൽമിന്റെ മജ്ലിസിലേക്ക്, ദിക്റിന്റെ മജ്ലിസിലേക്ക്, അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ പേരിൽ ചൊല്ലുന്ന സ്വലാത്തിന്റെ മജ്ലിസിലേക്കൊക്കെ എത്തിപ്പെടും. പഴയ ആ ചുറ്റുപാടുകളൊക്കെ ഒഴിവാക്കും. ഈ 3 അടയാളം നമ്മുടെ അമലുകളിൽ വർധനവുണ്ടാകുന്നത്. നമ്മുടെ സുഹൃത്തുക്കൾ മോശക്കാരായിരുന്നെങ്കിൽ അവരെ മാറ്റി പുതിയ സുഹൃത്തുക്കളെ സ്വീകരിക്കുന്നത്. നമ്മൾ പോയിരുന്ന സ്ഥലങ്ങൾ മോശപ്പെട്ടതായിരുന്നെങ്കിൽ അതൊക്കെ മാറ്റി നല്ല സ്ഥലങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. ഇത് റമദാൻ സ്വീകരിക്കപ്പെട്ടതിന്റെ അടയാളമാണ്. നമ്മുടെ അമലുകൾ അല്ലാഹു ബർക്കത്ത് തരട്ടെ. സ്വഹീഹൈനിൽ, സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസ്, കുല്ലു അമലി ബിനി ആദമ ലഹ്. ഒരു മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും അല്ലാഹു പ്രതിഫലം കൊടുക്കുന്നുണ്ട്. അൽ ഹസനതു ബിഅശ്രി അംസാലിഹാ. ഓരോ നന്മക്കും 10 വീതം പ്രതിഫലം. ഇലാ 700 ضعഫിൻ, 700ഓളം അതിനപ്പുറത്തേക്കും. അല്ലാഹുവിന്റെ വചനം ഇല്ല സുയാം, നോമ്പൊഴികെ. إلا الصيام فإنه لي وأنا أجزي به. നോമ്പ് മാത്രം അത് ഇതിൽ നിന്ന് ഒഴിവാണ്, അത് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന്റെ പ്രതിഫലം കൊടുക്കുന്നത്. നമ്മുടെ നിസ്കാരവും അല്ലാഹുവിലുള്ള നമ്മുടെ അഖീദയും നമ്മുടെ വിശ്വാസവും നമ്മുടെ 5 നേരത്തെ നിസ്കാരവും
ഹജ്ജും ഉംറയും ദാനധർമ്മങ്ങളും സദഖയും സകാത്തും ഒക്കെ അല്ലാഹുവിനാണ്. പക്ഷെ നോമ്പിനെ പറ്റി പറഞ്ഞു, നോമ്പ് പ്രത്യേകമായും എനിക്കാണ്. നോമ്പ് നോറ്റോ ഇല്ലേ എന്ന് അല്ലാഹുവിന് മാത്രമേ അറിയുള്ളൂ. നോമ്പ് കള്ളന്മാരൊക്കെ ഉണ്ടാവും ചിലപ്പോ. ഭക്ഷണം കഴിച്ചു വന്നിട്ട് ശരിക്കും തുടച്ച് വൃത്തിയാക്കി വന്നിരുന്ന ആർക്കറിയാൻ പറ്റും നോമ്പ് നോറ്റോ ഇല്ലേ എന്ന്? ആർക്കും അറിയില്ല. അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ നിങ്ങൾ നോറ്റിട്ടുണ്ടോ ഇല്ലേ. ആരും കാണിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. നോമ്പെന്ന് പറഞ്ഞ സാധനം കാണിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. നോറ്റിട്ടില്ല എന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റും, നോറ്റത് കാണിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇല്ല സ്വയം, അത് എനിക്കുള്ളതാണ്, അതിന് ഞാനാ കൂലി കൊടുക്കുക. തറക ശഹ്വത, അവന്റെ ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട്. മ്യൂസിക് കേൾക്കണമെന്നോ പാട്ട് കേൾക്കണമെന്നോ ആഗ്രഹിക്കുമ്പോ പറ്റൂലല്ലോ പടച്ചവനെ. റമളാനിൽ എന്തായാലും പറ്റൂല, അല്ലെങ്കിലേ പറ്റില്ല. ഞാനില്ല. കല്യാണം കഴിഞ്ഞ ആളുകൾ ഭാര്യയെ സമീപിക്കണമെന്ന് തോന്നുന്നുണ്ട്, പക്ഷേ റമളാനിന്റെ പകലിൽ പറ്റില്ലല്ലോ. റബ്ബേ വേണ്ട. ഭക്ഷണവും പാനീയവും വെള്ളവും ചായയും എല്ലാം ഉപേക്ഷിച്ചത് എനിക്ക് വേണ്ടിയാണ്. റമളാൻ അല്ലാതിരുന്ന സമയത്ത് ഹലാലായിരുന്നത്, നോമ്പുകാരനല്ലായിരുന്നെങ്കിൽ ഹലാലായിരുന്ന കുടിക്കാൻ പറ്റുന്ന വെള്ളം പോലും നോമ്പായതിൽ പിന്നെ ഹറാമ് പോലെ കാണാൻ ഒരു സത്യവിശ്വാസിക്ക് സാധിക്കുമെങ്കിൽ റമളാൻ കഴിഞ്ഞാലും റമളാനിന്റെ ഉള്ളിലും റമളാനിന്റെ മുമ്പയും അല്ലാഹു ഹറാമാക്കിയത് ഹറാമാണെന്ന് മനസ്സിലാക്കാൻ എന്ത് പ്രയാസം. മദ്യപാനം കണ്ടുകുടിക്കുന്നത്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത്, മ്യൂസിക് കേൾക്കുന്നത്, അനാവശ്യങ്ങൾ കാണുന്നത്, കണ്ണുകളെ സൂക്ഷിക്കാതിരിക്കുന്നത് അല്ലാഹു ഹറാമാണെന്ന് പറഞ്ഞ വ്യക്തമായ വിഷയങ്ങൾ എങ്ങനെയാണ് സത്യവിശ്വാസിക്ക് ഒഴിവാക്കാതിരിക്കാൻ പറ്റുക? ഒഴിവാക്കേണ്ടതല്ലേ? എങ്ങനെയാണത് ചെയ്യാൻ പറ്റുക? അത് ഒഴിവാക്കേണ്ടതല്ലേ? റമളാനിൽ അല്ലാഹു ഹലാലാക്കിയത് പോലും നമുക്ക് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ, അല്ലാഹു അനുവദിച്ചിരുന്ന സംഗതി നോമ്പുകാരന് പാടില്ല എന്ന് പറഞ്ഞ സംഗതി നോമ്പില്ലായിരുന്നുവെങ്കിൽ ഹലാലായിരുന്നുവല്ലോ, അത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഹറാമുകൾ എന്തായാലും ഒഴിവാക്കിക്കൂടെ? അതാണ് ലഅല്ലകും തത്തഖൂൻ. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കാനാണ് നോമ്പ് നിൽക്കാൻ പറഞ്ഞത്, എന്നല്ലാതെ കുറച്ച് വെള്ളവും ഭക്ഷണവും ബാക്കിയാവാനല്ല. നിങ്ങൾ നോമ്പ് നോച്ചിട്ട് ബാക്കിയാവണില്ലല്ലോ, കൂടുതലല്ലേ കഴിക്കുന്നത്. നോമ്പ് കൂടുതൽ കഴിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഉച്ച നേരത്തെ ഒരു ഭക്ഷണം നമ്മൾ ഒഴിവാക്കണുള്ളൂ, അതിന് പകരം എത്രയാ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യുന്നത്. അത്താഴ് നോമ്പ് തുറയും, രണ്ടാമത്തെ തുറയും തറാവി കഴിഞ്ഞിട്ടൊന്നതിന് ശേഷം. സുബ്ഹാനല്ലാഹ്. ഭക്ഷണം മാറ്റിവെക്കലല്ല അല്ലാഹുവിന്റെ ലക്ഷ്യം. ലഅല്ലകും തത്തഖൂൻ, നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് നോക്കുകയാണ് അല്ലാഹു. അത്തഖ്വാ ഹാഹുനാ, അല്ലാഹുവിനോട്, നിങ്ങളെ പടച്ച സൃഷ്ടാവിനോട്, നിങ്ങളെ കുഞ്ഞായി വളർത്തിക്കൊണ്ടുവന്ന അല്ലാഹു, നിങ്ങളെ പുരുഷനായി ഒരു പെണ്ണായി നിങ്ങളെ ആണായി വളർത്തിക്കൊണ്ടുവന്ന അല്ലാഹു, ആ നിങ്ങളുടെ സൃഷ്ടാവും നിങ്ങളെ പടച്ചുവിടുകയും ചെയ്ത അല്ലാഹുവിനെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ പറ്റുന്നത്, തഖ്വ ചെയ്യാൻ പറ്റുന്നത് ഹൃദയത്തിന്റെ ഉള്ളിലാണ്. ഖൽബ് നന്നാകുമ്പോഴാണ് കർമ്മങ്ങൾ നന്നാവുന്നത്, ഹൃദയം നന്നാവുമ്പോഴാണ് വാക്കുകൾ നന്നാവുന്നത്, ഹൃദയം നന്നാകുമ്പോഴാണ് പെരുമാറ്റം നന്നാവുന്നത്. അത്തഖ്വാ ഹാഹുനാ, തഖ്വ ഇവിടെയാണ്. അത്തഖ്വാ ഹാഹുനാ, തഖ്വ ഇവിടെയാണെന്ന് പറഞ്ഞു. വാശാറ ഇലാ സുദ്രിഹി സലാസ, 3 പ്രാവശ്യം അവിടുത്തെ തിരുനെഞ്ചിലേക്ക് നിബിധങ്ങൾ വിരൽ ചൂണ്ടിയിട്ടുണ്ട്. ഇവിടെയാണ് ഹൃദയം, ഇവിടെയാണ് തഖ്വ കിടക്കുന്നത്, ഖൽബിനുള്ളിലാണ് തഖ്വ. ലഅല്ലകും തത്തഖൂൻ, നോമ്പ് നോറ്റോ എന്ന് അല്ലാഹു നോക്കുന്നത് വയറിലേക്ക് നോക്കിയിട്ടല്ല. ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ശരി തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ നോമ്പാവുന്നത് നിങ്ങളുടെ ഖൽബിലേക്ക് അല്ലാഹു നോക്കുമ്പോഴാണ്. ലഅല്ലകും തത്തഖൂൻ, ഖൽബിന്റെ ഉള്ളിൽ എന്താ കിടക്കുന്നത്? അല്ലാഹു നമ്മുടെ ഹൃദയത്തെ നന്നാക്കി തരട്ടെ. ഖൽബുകൾക്കുടെ ഉള്ളിൽ അല്ലാഹുവിനോടുള്ള സ്നേഹം അല്ലാഹു തരട്ടെ. അവന്റെ തിരുദൂതർ ലോകത്ത് മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് നമുക്ക് അറിയിച്ചു തന്ന, ലോകത്തിന്റെ ഗുരു, പ്രവാചകന്മാർക്ക് മുഴുവനും അന്തിമ കണ്ണിയായി വന്ന മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കൽക്കി അവതാരങ്ങളിൽ അവസാനം വരുന്ന അവതാരമെന്ന് പറഞ്ഞ മരുഭൂമിയിൽ വരാനിരിക്കുന്ന അന്ത്യപ്രവാചകനെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പരാമർശിക്കപ്പെട്ട വേദവാക്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ അന്ത്യഗുരു പഠിപ്പിച്ചു തന്നതല്ലാതെ വിജയിക്കാൻ വേറെ മാർഗമില്ലെന്ന്.
ചിന്തിക്കുന്നവരും പഠിക്കുന്നവരും ഈ വഴിക്ക് വരുന്നുണ്ട്. പിന്നെ ജീവിക്കുന്നത് തിന്ന് അവസാനമെന്ന് മരിച്ചു പോകുന്നവരെ തിന്നണം, എത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയവർ സത്യം കാണാതെ അധമത്വത്തിലേക്ക് പോവാണ്. അള്ളാഹു സർവർക്കും ഹിദായത്ത് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു തആല അവസരം നൽകിയിരിക്കുകയാണ് റമദാനിൽ അള്ളാഹുലേക്ക് തിരിച്ചു വരാൻ. അല്ലാഹു നമ്മെ തിരിച്ചു വിളിക്കുന്നുണ്ട്. വല്ലാഹു യദഉ ഇലാ ദാരിസ്സലാം വയഹ്ദീ മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. അല്ലാഹു നിങ്ങളെ വിളിക്കുന്നുണ്ട്. എങ്ങോട്ട്? വല്ലാഹു യദഉ ഇലാ ദാരിസ്സലാം, അല്ലാഹുവിന്റെ സമാധാനത്തിന്റെ വീട്ടിലേക്ക്, ദാറുസ്സലാമിലേക്ക്, സ്വർഗലോകത്തേക്ക്, മരണമില്ലാത്തൊരു ലോകത്തേക്ക്, വേദനകളില്ലാത്ത സുഖങ്ങളില്ലാത്തൊരു ലോകത്തേക്ക്. മരണത്തിന്റെ സഹോദരനാണ് ഉറക്കമെന്ന് പറഞ്ഞപ്പോ സ്വർഗവാസികൾക്ക് ഉറക്കമില്ലെന്ന് പഠിപ്പിച്ച ആ സ്വർഗലോകത്തേക്ക് വല്ലാഹു യദഉ, നിങ്ങളൊക്കെ വരുന്നില്ലേ എന്ന് അല്ലാഹു വിളിച്ചു ചോദിക്കുന്നു. നിങ്ങൾ പോരുന്നില്ലേ? ഇലാ ദാരിസ്സലാം, എന്റെ സ്വർഗലോകത്തേക്ക് നിങ്ങൾ വരുന്നില്ലേ? വയഹ്ദീ മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് സന്മാർഗം കൊടുക്കുന്നവനാണ് അല്ലാഹു. ആ അല്ലാഹു സന്മാർഗ ദർശനം കിട്ടിയ മുഴുവൻ ആളുകളെയും ക്ഷണിക്കുന്നത് അല്ലാഹുവിന്റെ സ്വർഗലോകത്തിലേക്കാണ്. ഇതിനുള്ള വഴി എളുപ്പമാക്കി തന്നു. 60-70 വയസ്സ് കഴിഞ്ഞ് മരിച്ചു പോകുന്ന മനുഷ്യന് ആയിരക്കണക്കിന് വർഷം ജീവിച്ച കൂലി കിട്ടാനാണ് ഓരോ റമദാനിലും ഒരു ലൈലത്തുൽ ഖദർ. 83.5 കൊല്ലം, 84 വർഷം ചെയ്ത അധ്വാനം ഒരു രാത്രി കൊണ്ട്. അങ്ങനെ ഒരു 10 റമദാൻ കിട്ടിയാൽ, 12 റമദാൻ കിട്ടിയാൽ 1000 വർഷം ജീവിച്ചതിന്റെ കൂലി കിട്ടിയില്ലേ? നമ്മെ സ്വർഗത്തിലേക്ക് വിളിക്കുകയാണ് അല്ലാഹു. വഴി ഒരുക്കി തന്നിരിക്കുന്നു. നോമ്പെടുത്തേക്കണം, റമദാനിനെ സ്വീകരിച്ചേക്കണം. ലാ യകുൻ സൗമു യൗമു സൗമിക കയൗമി ഫിത്രിക. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, അതുകൊണ്ട് നിങ്ങൾ നോമ്പെടുക്കുന്ന ദിവസം നോമ്പില്ലാത്ത ദിവസത്തെ പോലെയാവരുത്. നോമ്പെടുക്കുന്നതും ഇല്ലാത്തതും ആകെ വ്യത്യാസം. ചായ കുടിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, ഫുൾ ടൈം സീരിയലിലാണ്, ഫുൾ ടൈം സിനിമയിലാണ്. എന്താവുണ്ട് കാര്യം? ഒരു കാര്യമില്ല. നമ്മുടെ പെണ്ണുങ്ങളൊക്കെയാണ് വലിയ സീരിയലിന്റെ അഡിക്റ്റുകൾ എന്നാണ്. അപ്പൊ ഞാൻ അറിഞ്ഞത് ഹിന്ദി സീരിയലാണല്ലോ പ്രധാന ട്രെൻഡ്. സുബ്ഹാനല്ലാഹ്, മലയാളമൊക്കെ കഴിഞ്ഞപ്പോ ഹിന്ദിക്കാൻ. സർവ്വതോന്നിവാസവും വസ്ത്രത്തിൽ ഒരച്ചടക്കവുമില്ലാത്ത സംസ്കാരം ഈ ഹിന്ദി സിനിമക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ മക്കൾ കണ്ടു തുടങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ? ലാ യകുൻ യൗമു സൗമിക കയൗമി ഫിത്രിക. നിങ്ങൾ നോമ്പെടുക്കുന്ന ദിവസം നോമ്പില്ലാത്ത ദിവസത്തെ പോലെ അവരുടെ വ്യത്യാസം വേണം. അമലുകൾ വർദ്ധിക്കണം. നിസ്കാരത്തിൽ വർധന വരുന്ന ഖൽബിന്റെ ഉള്ളിൽ കിടക്കുന്ന മോശപ്പെട്ട ചിന്തകളൊക്കെ നന്നാക്കി കഴിഞ്ഞു. അല്ലാഹുവിന് വേണ്ടി ഈമാനൻ വഹ്തിസാബൻ, അല്ലാഹു കൂലി തരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും അല്ലാഹുവിന്റെ നിയമത്തെ അംഗീകരിക്കുകയാണെന്ന് അല്ലാഹുവിനെ സബ്മിറ്റ് ചെയ്തുകൊണ്ടുമാണ് നിങ്ങൾ നോമ്പെടുക്കുന്നതെങ്കിൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അല്ലാഹുവിനോട് പൊറുക്കാൻ പാടില്ലാത്തത്, അല്ലാഹുവിനോട് ചെയ്യാൻ പാടില്ലാത്തത് എന്തെല്ലാം ചെറുദോഷങ്ങൾ ചെയ്തു പോയിട്ടുണ്ടോ ആ ചെറുപാപങ്ങളെല്ലാം തൗബ ചെയ്യാതെ തന്നെ അല്ലാഹു നോമ്പുകാരന് പുറത്തു കൊടുക്കും. വൻ പാപങ്ങൾക്ക് തൗബ വേണം, കബായിറുകൾക്ക് തൗബ വേണം, വൻ ദോഷങ്ങൾ ചെയ്തവർക്ക് പശ്ചാത്താപം വേണം. പക്ഷേ ചെറുദോഷങ്ങൾ നോമ്പുകാരന് അല്ലാഹു പുറത്തു കൊടുക്കുന്നുണ്ട്. കൂലി എത്രയാ? ബിഗൈരി ഹിസാബ്, കയ്യും കണക്കുമില്ലാത്ത കൂലിയുമാണ്. فتنة الرجل في أهله وماله ونفسه وولده وجاره يكفرها الصيام. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സ്വഹീഹയിൽ കാണാൻ പറ്റും, ഫിത്നത്തുർ റജുലി في أهله وماله ونفسه وولده وجاره يكفرها الصيام. സ്വന്തം മക്കൾക്ക് വേണ്ടി, സമ്പത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, ശരീരത്തിന് വേണ്ടി, അയൽപക്കക്കാർക്ക് വേണ്ടി പ്രവർത്തിച്ചപ്പോഴൊക്കെ എന്തെല്ലാം തെറ്റുകൾ നമ്മൾ ചെയ്തു പോയിട്ടുണ്ടോ, എന്തെല്ലാം അപരാധങ്ങൾ പറ്റിപ്പോയിട്ടുണ്ടോ, ആ തെറ്റുകളെല്ലാം യുകഫിറുഹസ്സിയാം, നിങ്ങളെടുക്കുന്ന നോമ്പ് കൊണ്ട് അല്ലാഹു പുറത്തു തരുമെന്ന് മുത്ത് റസൂലുള്ളാഹി. സ്വലാത്തു സദഖ, നിസ്കാരം എന്ന് പറയുന്നത് പോലും ഒരു ദാനം തന്നെ.
നന്മ കൊണ്ട് കൽപ്പിക്കുന്നതും തിന്മ ചെയ്യരുതേ എന്ന് പറഞ്ഞു കൊടുക്കുന്നതും സ്വതക്കയെന്ന് മുത്ത് റസൂലുള്ളാഹി. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൽ മുതസഹ്ഹിരീൻ. അത്താഴം കഴിക്കുന്ന ആളുകൾക്ക് വേണ്ടി, അത്താഴ നേരത്ത് എഴുന്നേൽക്കുന്നവർക്ക് വേണ്ടി, അത്താഴ നേരത്ത് ഇസ്തിഗ്ഫാർ ചെയ്യുന്നവർക്ക് വേണ്ടി അല്ലാഹുവിന്റെയും മലക്കുകളുടെയും പ്രാർത്ഥനയുണ്ട്. അല്ലാഹുവിന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ റഹ്മത്തുഹു, അല്ലാഹുവിന്റെ റഹ്മത്താണ്. അത്താഴത്തിൽ എഴുന്നേൽക്കുന്നവർക്ക് ഞങ്ങൾ പറയുമായിരുന്നു തസഹ്ഹറൂ, നിങ്ങൾ അത്താഴം കഴിക്കണം. വളരെ ചുരുങ്ങി ചെറിയ ഭക്ഷണമാണെങ്കിലും അത്താഴം എഴുന്നേൽക്കണേ. ഫജ്റിന്റെ മുമ്പ് എന്തെങ്കിലും ഒന്ന് കഴിക്കണം. ഫഇന്ന ഫിസ്സഹൂരി ബറക, ആ അത്താഴ ഭക്ഷണത്തിൽ ബറക്കത്തുണ്ട് എന്ന് റസൂലുള്ളാഹി. ജൂതന്മാരെ നോമ്പെടുക്കാറുണ്ട്, ജൂതന്മാർക്ക് അത്താഴമില്ല. നിങ്ങൾ ജൂതന്മാരെ പോലെ ആവരുതേ, നിങ്ങൾ അത്താഴം കഴിച്ചുകൊണ്ട് നോമ്പെടുക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും ഒരിക്കൽ അതിൽ പ്രയാസം. ഉറക്കാണ്, എന്നെ വിളിക്കണ്ടോ, സുബഹിയായിട്ട് വിളിച്ചാൽ മതി. വേണ്ട, എന്ത് ചെയ്യാ, സുബഹിക്ക് ഒരു അരമണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് അല്പം വെള്ളമോ ബ്രെഡോ എന്തെങ്കിലും ആ സുന്നത്തിന് വേണ്ടി ആ സഹൂറിൽ ബറക്കത്തുണ്ട് എന്ന് പറഞ്ഞില്ലേ നമ്മുടെ നബി റസൂലുള്ളാഹി. ആ ബറക്കത്തിന് വേണ്ടി എഴുന്നേൽക്കണേ. എന്താ കാരണം അറിയോ? ഇന്നല്ലാഹ വമലായികതഹു, അല്ലാഹുവും അവന്റെ മലക്കുകളുടെയും നോട്ടമുണ്ട് അവിടേക്ക്. അത്താഴ നേരത്തെ എഴുന്നേൽത്ത് നോമ്പ് നോൽക്കാൻ ഒരുങ്ങി നിൽക്കുന്നവർക്ക് വേണ്ടി അല്ലാഹുവിന്റെ പ്രത്യേകമായ റഹ്മത്ത് വരികയും അല്ലാഹുവിന്റെ മാലാഖമാർ ഇവർക്ക് പുറത്തു കൊടുക്കണേ എന്ന് ദുആ ചെയ്യുകയും ചെയ്യുമെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ നോമ്പുകാർക്കല്ലാതെ മറ്റാർക്കാണ് കിട്ടുന്നത്? من صام يوما في سبيل الله جعل الله بينه وبين النار خندقا كما بين السماء والأرض. അള്ളാഹുവിന്റെ വഴിയിൽ അള്ളാഹുവിന് വേണ്ടി ആരെങ്കിലും നോമ്പെടുത്താൽ ആകാശഭൂമികൾക്കിടയിലുള്ള ദൂരം പോലെ ആ മനുഷ്യന്റെയും നരകത്തിന്റെയും ഇടയിൽ അള്ളാഹു കിടങ്ങ് കുഴിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ വെറും പട്ടിണിയെ കുറിച്ചാണോ? ഇങ്ങനത്തെ നോമ്പിനെ കുറിച്ചാണോ ഈ പറയുന്നത്? അല്ല. അതുമാത്രമല്ല, കമ്മിൻ സായിമിൻ, എത്ര നോമ്പുകാരുണ്ട് ലൈസ ലഹു മിൻ സൗമിഹി ഇല്ലൽ ജൂഅ വൽ അതശ്, കുറച്ച് ദാഹവും വിശപ്പും അറിഞ്ഞു എന്നല്ലാതെ നോമ്പിന്റെ ഒരു പുണ്യവും കിട്ടാതെ പോകുന്ന എത്രയോ നോമ്പുകാരുണ്ടെന്ന് മുത്തുനബി തന്നെ പറഞ്ഞുവല്ലോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖൽബിലേക്ക് മാറ്റം വന്നിട്ടുണ്ടോ? അല്ലാഹുവിനെ കുറിച്ച് ഭയപ്പാട് കൂടിയിട്ടുണ്ടോ? തഖ്വ വർദ്ധിച്ചിട്ടുണ്ടോ? തഖ്വ വർദ്ധിച്ചിട്ടുണ്ടോ? അൽഅമലു ബിത്തൻസീൽ, الخوف من الجليل والقناعة بالقليل والاستعداد ليوم الرحيل. തൗബയുടെ തഅരീഫിനെ, തൗബയുടെ ഡെഫിനിഷൻ ഉലമാ വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ്. എന്താണ് തൗബ, എന്താണ് തഖ്വ? തഖ്വയെ സംബന്ധിച്ച് ഉലമാ പറയുന്നത് അൽ ഖൗഫ് മിനൽ ജലീൽ, ജലീലായ അല്ലാഹുവിനെ പേടിക്കുന്നത്. വൽ അമലു ബിത്തൻസീൽ, അല്ലാഹുവിന്റെ കിതാബ് ഖുർആൻ അനുസരിച്ച് അമൽ ചെയ്യുന്നത്. വൽ ഖനാഅതു ബിൽ ഖലീൽ, വളരെ കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടുന്നത്. വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ, യാത്ര പോകുന്ന ദിവസത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്നത്, മരിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നത്. ഇതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. നോമ്പുകാരന് നോമ്പ് അല്ലാഹു നിർബന്ധമാക്കിയത് ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടുന്നുണ്ടോ? നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുന്നുണ്ടോ? നിങ്ങൾ മരിക്കാൻ വേണ്ടി തയ്യാറായി നിന്നിട്ടുണ്ടോ? നിങ്ങൾ ഖുർആൻ കൊണ്ട് നിങ്ങൾ അമൽ ചെയ്യുന്നുണ്ടോ? ഇതിനാണ് അല്ലാഹു നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയതെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. ലഅല്ലകും തത്തഖൂൻ, അത് നമുക്ക് കിട്ടിയിട്ടുണ്ടോ? എങ്കിൽ ഈ നോമ്പിന്റെ ലക്ഷ്യം നമ്മൾ പ്രാപിച്ചു. മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ്, ഒരു ദിവസം അല്ലാഹുവിന് വേണ്ടി നോമ്പ് നോറ്റാൽ തന്നെ, ഒരൊറ്റ നോമ്പ് തന്നെ അല്ലാഹു അവന്റെയും നരകത്തിന്റെയും ഇടയിൽ 700 വർഷത്തോളം അവന്റെയും നരകത്തിന്റെയും ഇടയിൽ അല്ലാഹു ദൂരം വെക്കുമെന്ന് പറഞ്ഞാൽ റമളാൻ 30 നോമ്പെടുത്താൽ കിട്ടുന്ന പ്രതിഫലം എത്രയാണ്? നോമ്പുകാർക്ക് പ്രത്യേകമായി കിടക്കാനുള്ള കവാടമുണ്ടല്ലോ, അതിന്റെ പേരെന്താണ്? നമുക്കറിയില്ലേ? എന്താ പേര്? റയ്യാൻ. സ്വർഗവാസികൾക്ക് സ്വർഗത്തിലേക്ക് വരുമ്പോ നോമ്പ് ഇഷ്ടപ്പെട്ടവരുണ്ട്, അവർക്ക് പോകാനാണ് റയ്യാൻ. നിസ്കാരം ഇഷ്ടപ്പെട്ടവരുണ്ട്, അവർക്കാണ് ബാബുസ്വലാഹ്. ദാനധർമ്മം ഇഷ്ടപ്പെട്ടവരുണ്ട്, അവർക്കുണ്ട് ബാബുസ്സദഖ.
അല്ലാഹുവിന് വേണ്ടി അത്യധ്വാനം ചെയ്യുന്ന ജിഹാദിന് വേണ്ടി പോകുന്നവരുണ്ട്, അവർക്കുണ്ട് ബാബുൽ ജിഹാദ്. ഇത് പറഞ്ഞപ്പോഴാണ് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുനബിയേ, വഹൽ യുദആ മിൻ കുല്ലിഹാ അഹദ്, ഏതെങ്കിലും ഒരാളെ ഈ എല്ലാ വാതിലിലൂടെയും വിളിക്കപ്പെടുമോ നബിയേ? മാ അലാ മൻ യുദആ മിനൽ അബ്വാബി കുല്ലിഹാ മിൻ ദറൂറ, നബിയേ എല്ലാ വാതിലിലൂടെയും ഒരാളെ വിളിച്ചാൽ എന്ത് ചെയ്യും? അയാൾക്ക് നിസ്കാരവും ഇഷ്ടമായിരുന്നു, നോമ്പും ഇഷ്ടമായിരുന്നു, സദഖയും ഇഷ്ടമായിരുന്നു, ജിഹാദും ഇഷ്ടമായിരുന്നു, എല്ലാം ഇഷ്ടമാണ്. ഓരോന്നോരോന്ന് ഇഷ്ടമുള്ളവരെ ഓരോ വാതിലൂടെ വിളിക്കുകയാണെങ്കിൽ ഇതെല്ലാം ഇഷ്ടപ്പെട്ടവരെ എല്ലാ വാതിലൂടെയും വിളിക്കുമോ നബിയേ? നഅം, ഉണ്ട് സിദ്ദീഖെന്നവരെ, വഅൻത മിൻഹും, നിങ്ങൾ അവരിൽപ്പെട്ട ഒരാളാണ്. എല്ലാ വാതിലൂടെയും മാലാഖമാർ ഇതിലെ വരണേ എന്ന് നിങ്ങൾ വിളിക്കുമെന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് മുത്ത് റസൂലുള്ളാഹ് എല്ലാം ഇഷ്ടായിരുന്നു. അവിടെ പറഞ്ഞില്ലേ, ഈ സമൂഹത്തിന്റെ മുൻഗാമികൾ എങ്ങനെ നന്നായോ അങ്ങനെ പിൻഗാമികൾക്ക് നന്നാവാൻ പറ്റൂ. അവരെന്ത് ചെയ്തിട്ട് നന്നായി, അങ്ങനെ നമുക്ക് നന്നാവാൻ പറ്റൂ. അല്ലാഹു അവരോടൊക്കെ ഉള്ള ഹുബ്ബ് കൊണ്ട് അല്ലാഹുമ്മ ജഅൽനാ മിമ്മൻ യസ്ഹബൂനഹും അല്ലാഹുമ്മ ഇന്നാ നുഹിബ്ബുഹും വനുഷ്ഹിദുക അലൈഹി اللهم ادخلنا الجنة مع الأبرار مع أنبيائك وشهدائك وصالح عبادك وحسن أولئك رفيقا. അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാരെ സ്നേഹിക്കുന്നവർക്ക്, ഔലിയാക്കന്മാരെ സ്നേഹിക്കുന്നവർക്ക്, ഉലമാഇനെ സ്നേഹിക്കുന്നവർക്ക്, ശുഹദാഇനെ സ്നേഹിക്കുന്നവർക്ക്, സ്വാലിഹീങ്ങളെ സ്നേഹിക്കുന്നവർക്ക് അവരോടുള്ള സ്നേഹം കൊണ്ട് സ്വർഗം കിട്ടുമെന്നാണ്. അവരെ പോലൊന്നും അമൽ ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും, എന്നാലും സ്നേഹം ഉണ്ടായിരുന്നല്ലോ പിക്കോ എന്ന് പറയും. അല്ലാഹു നമ്മളൊക്കെ അങ്ങനെങ്കിലും രക്ഷപ്പെടുത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മൻ ഖുതിമ ലഹു ബിസിയാമി യൗമിൻ ദഖലൽ ജന്നഹ്, മുത്തുനബി പറയുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏതെങ്കിലും ഒരാൾക്ക് നോമ്പ് അനുഷ്ഠിച്ച അവസരത്തിൽ മരിക്കാൻ ഇടവന്നാൽ, നോമ്പുകാരനായി മരിക്കാനുള്ള ഭാഗ്യമുണ്ടായാൽ ഫലഹുൽ ജന്ന, അവർക്ക് സ്വർഗം ഉറപ്പാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, അവസാനത്തെ വചനം ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് കണ്ണു ചിമ്മി മരിച്ചു പോകുന്ന നേരത്തെ പറയുന്ന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധിക്കപ്പെടാൻ അർഹനായി അല്ലാഹു ഒരുത്തൻ മാത്രമാണെന്ന് അവസാനം പറഞ്ഞുകൊണ്ട് മരിക്കുന്ന ആൾക്ക് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞ പോലെ, മൻ ഖുതിമ ലഹു ബിസിയാമി യൗമിൻ, ഒരു ദിവസം നോമ്പെടുത്തുകൊണ്ടാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ ലഹുൽ ജന്നഹ്, അവർക്കും സ്വർഗമുണ്ട്. അല്ലാഹു ഭാഗ്യം തരട്ടെ. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്ന ജയ്ഷൻ, ഒരു സൈന്യത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു വന്ന് ചോദിച്ചത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുനബിയേ, ഉദ്ഉല്ലാഹ ലീ ബിശ്ശഹാദ, ഈ യുദ്ധത്തിൽ എനിക്കൊന്ന് മരിക്കാൻ നബിയെ അങ്ങ് ദുആ ചെയ്യണം, എനിക്ക് ഷഹീദാവണം, രക്തസാക്ഷിയാവണം, എന്റെ സൃഷ്ടാവിന് വേണ്ടി ജീവൻ കൊടുക്കണം, എന്റെ സൃഷ്ടാവിന്റെ മതം ദീനുൽ ഇസ്ലാമിനെ തകർക്കാൻ വരുന്നവർക്ക് ഒരു മറുപടി കൊടുക്കാൻ, എന്റെ ജീവൻ കൊടുക്കാൻ ഞാൻ ഒരുക്കമാണ് നബിയെ, അങ്ങ് എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് മഹാനായ സ്വഹാബി അബൂ ഉമാമ റളിയല്ലാഹു അൻഹു. എന്താ റസൂലുള്ളാഹി തങ്ങളുടെ മറുപടി എന്നറിയുമോ? അല്ലാഹുമ്മ സല്ലിംഹും അല്ലാഹുമ്മ ഗന്നിംഹും, പടച്ചവനെ ഈ സൈന്യത്തെ രക്ഷപ്പെടുത്തേണമേ, ഈ സൈന്യത്തിന് എമ്പാടും ഗനീമത്ത് സ്വത്ത് കൊടുക്കണമേ. ഞങ്ങൾ ദുആ ചെയ്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ യുദ്ധത്തിൽ ഒരാൾ പോലും ഷഹീദായിട്ടില്ല, എമ്പാടും ഗനീമത്ത് കിട്ടി. ഞങ്ങളുടെ ദുആയാണ്, അല്ലാഹുവേ ആരെയും മരിപ്പിക്കേണ്ട ഈ യുദ്ധത്തിൽ, ആർക്കും ഷഹാദത്ത് വേണ്ട, നീ വിജയം കൊടുക്കണം. അല്ലാഹുമ്മ സല്ലിംഹും വഗന്നിംഹും. രണ്ടാമത്തെ ഒരു യുദ്ധം നടക്കുമ്പോ മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു തന്നെ ഓടി വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഉദ്ഉല്ലാഹ ലീ ബിശ്ശഹാദ, എനിക്കവിടെ പോയി ചോര ചിന്തി മരിക്കണം നബിയെ, ഒന്ന് ദുആ ചെയ്യണം. നമ്മൾ ദുആ ചെയ്യാൻ പറയും, ഉസ്താദേ ഗൾഫൊക്കെ വിസ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, കിട്ടാൻ വേണ്ടി ദോരക്കണം കേട്ടോ. സുബ്ഹാനല്ലാഹ്.
അള്ളാഹുവിന് വേണ്ടി ജീവൻ കൊടുക്കാൻ ഞാൻ ഒരുക്കമാണ് നബിയെ, അതിനൊരവസരം തരാൻ വേണ്ടി അങ്ങ് ദുആ ചെയ്യണം അള്ളാഹുവിനോടൊന്ന് രണ്ടാമത്തെ തവണയും എന്ന് പറഞ്ഞപ്പോ അഷ്റഫുൽ ഖൽഖിന്റെ ദുആ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലിംഹും അല്ലാഹുമ്മ ഗന്നിംഹും, അല്ലാഹുവേ രക്ഷപ്പെടുത്തണം, അല്ലാഹ് രക്ഷപ്പെടുത്തണേ എന്റെ സൈന്യത്തെ, അവർക്ക് ഗനീമത്ത് കൊടുക്കണമേ. ഗനീമത്ത് കിട്ടി. മൂന്നാമത് യുദ്ധം നടക്കുമ്പോ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ, 2 തവണ അങ്ങയോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് നബിയെ, എനിക്ക് രക്തസാക്ഷിത്വം വേണമെന്ന്. രക്തസാക്ഷിത്വം വേണമെന്ന് ചോദിച്ചിട്ട് അങ്ങനെക്ക് ദുആ ചെയ്തത് അല്ലാഹുമ്മ സല്ലിംഹും അല്ലാഹുമ്മ ഗന്നിംഹും, ഗനീമത്ത് കൊടുക്കണേ, രക്ഷപ്പെടുത്തണേ എന്നാണല്ലോ. അല്ലാഹുവിന്റെ നബിയെ, എനിക്ക് രക്തസാക്ഷിത്വത്തിന് വേണ്ടി അങ്ങ് ദുആ ചെയ്യുന്നില്ലെങ്കിൽ മുർനി ബിഅമലിൻ, എന്തെങ്കിലും ഒരു അമൽ എനിക്ക് തരണം നബിയെ, ഞാൻ എന്ത് ചെയ്യണം? ഒരു അമൽ പറഞ്ഞു തരൂ നബിയെ. ആ സമയത്ത് മുത്തനബി പറഞ്ഞു കൊടുക്കുന്നു, അലൈക ബിസ്സൗമി ഫഇന്നഹു ലാ മിസ്ല ലഹ്, അലൈക ബിസ്സൗം, നിങ്ങൾ നോമ്പെടുത്തേക്കണം, ഫഇന്നഹു ലാ മിസ്ല ലഹ്, നോമ്പ് പോലെ പുണ്യമുള്ള മറ്റൊന്നില്ല കേട്ടോ എന്ന് അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനോട് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശിച്ചിട്ടുണ്ട്. റമളാൻ കഴിഞ്ഞാൽ ശവ്വാൽ വരും, പെരുന്നാൾ ശവ്വാൽ 1, അത് കഴിഞ്ഞാൽ ഒരു 6 ദിവസമുണ്ട്. ആ 6 ദിവസം നോമ്പെടുത്താൽ ഫകഅന്നമാ ഖാമത് ദഹ്റ, കാലം മുഴുവനും നോമ്പെടുത്ത പോലെ. റമളാൻ കഴിഞ്ഞാൽ എല്ലാ വ്യാഴാഴ്ചയും എല്ലാ തിങ്കളാഴ്ചയും സുന്നത്ത് നോമ്പുണ്ട്. റമളാൻ കഴിഞ്ഞാൽ എല്ലാ അറബ് മാസത്തിലെയും 13, 14, 15 അയ്യാമുൽ ബീദുകൾ നോമ്പെടുക്കൽ സുന്നത്തുണ്ട്. നമുക്ക് ചെയ്യാം. അലൈക ബിസ്സിയാം, നോമ്പെടുക്കണേ അബൂ ഉമാമ, രക്തസാക്ഷിയായി മരിക്കാൻ വേണ്ടി ദുആ ചെയ്യണം നബിയെ എന്ന് ചോദിച്ചു വന്ന സ്വഹാബിയോട് നിങ്ങൾ നോമ്പെടുത്തേക്കണം. അതിനുശേഷം അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവും അവിടുത്തെ കുടുംബവും ഭാര്യയും മക്കളുമൊക്കെ എന്നും നോമ്പുകാരായിരുന്നു. ഒരുപാട് കാലം കഴിഞ്ഞു. മുത്തുനബി അരികത്തേക്ക് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, മുത്തുനബിയെ, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അങ്ങയോട് വന്ന് ചോദിച്ചിരുന്നു ഒരു അമല്. അന്ന് മരിക്കാൻ വേണ്ടി ഷഹാദത്ത് ചോദിച്ചപ്പോ അതിനൊന്നും ദുആ ചെയ്യാതെ നബിയെ അന്ന് രക്ഷപ്പെടുത്തണമെന്ന് അങ്ങ് ദുആ ചെയ്ത് ആ യുദ്ധങ്ങളിലൊന്നും ഷഹീദാവാൻ കഴിയാതെ വന്നപ്പോ അങ്ങയോട് ഞാൻ ചോദിച്ചു എന്തെങ്കിലും ഒരു അമല് തരണം. അങ്ങ് പറഞ്ഞത് നോമ്പ് നോൽക്കണമെന്നാണ്. ഞങ്ങൾ ഒരുപാട് നോമ്പ് നോച്ചു നബിയെ. فأرجو الله أن يكون قد بارك الله لنا فيه, അല്ലാഹു ഞങ്ങൾക്ക് ബറക്കത്ത് തന്നിരിക്കണം നബിയെ. അതുകൊണ്ട് ഇനി എന്തെങ്കിലും വേറെന്തെങ്കിലും പറഞ്ഞു തരൂ. മുർനി ബിഅമലിൻ ആഖിറ, അങ്ങനെയാ മുഅ്മിനീങ്ങൾ. വഇദാ ഫറഗത ഫൻസബ്, ഒരു കാര്യം ചെയ്തു കഴിയുമ്പോഴേക്കും അടുത്തൊരു പുതിയ കാര്യം തുടങ്ങാം. വഇദാ ഫറഗത ഫൻസബ്, ആ ആയത്തിനെ നമ്മുടെ ഉസ്താദ് ഞങ്ങളുടെയൊക്കെ ദാറുൽ ഹുദയിൽ പഠിപ്പിച്ചിരുന്ന നമ്മുടെയൊക്കെ പ്രിയങ്കര ബഹുമാനപ്പെട്ട കുരിയാട് ഉസ്താദ് ബഹാവുദ്ദീൻ നദ്വി ഉസ്താദ് ഈ ആയത്ത് തഫ്സീർ ചെയ്ത് പറഞ്ഞു, ഒരു അമല് കഴിഞ്ഞ അടുത്ത് തുടങ്ങാൻ. ഉദാഹരണം പറഞ്ഞെന്ന് വെച്ചാൽ വായിച്ചു ബോറടിക്കുകയാണെങ്കിൽ എഴുതാൻ തുടങ്ങുക, എഴുതി ബോറടിച്ചാൽ വായിക്കുക, വായിച്ചു ബോറടിച്ചാൽ എഴുതുക. ഉസ്താദിന്റെ ജീവിതം അതന്നെ, ഞങ്ങൾ കണ്ടത് അങ്ങനെയാണ്. ഒരു കാര്യം കഴിഞ്ഞാൽ അടുത്ത് തുടങ്ങുക, കൂട്ടിച്ച് ഉറങ്ങാന്നല്ല. ഇതാ ഫറഗത, ഒരു അമല് കഴിഞ്ഞാൽ അടുത്ത് വേറെ തുടങ്ങുക. ഇതാ ഫറഗത ഫൻസബ്. ക്രിയേറ്റിവിറ്റി, ക്രിയാത്മകത നമ്മുടെ സമൂഹത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചെറുപ്പക്കാർ വെറും വാട്സപ്പും പിടിച്ച് നടക്കാന്നല്ലാതെ ഒരു പണി വല്ലതും ചെയ്യുന്നുണ്ടോ? കണ്ടവനും അയക്കുന്ന വാട്സപ്പ് അങ്ങോട്ട് ഫോർവേഡ് ചെയ്യുക, ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്യുക, അത് ഇങ്ങോട്ട് എടുക്കുക അങ്ങോട്ട് എടുക്കുക എന്നല്ലാതെ നമ്മൾ എന്താ, നമ്മളായിട്ട് ഇപ്പൊ എന്താ ചെയ്യണത്? ഒന്നുമില്ല. മുർനി ബിഅമലിൻ ആഖിറ, നബിയെ, നോമ്പെടുത്ത കൂലിക്ക് അല്ലാഹു ഞങ്ങൾക്ക് തന്നിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന നബിയെ വേറെ ഒരു അമൽ കൂടെ പറഞ്ഞു തരണം. يا أبا أمامة أبو أمامة فإنك يعلم أنك لن تسجد لله سجدة, الله إني വേണ്ടി നിങ്ങൾ ഒരു സുജൂദ് ചെയ്താൽ إلا رفع الله بها لك درجة, അല്ലാഹു നിങ്ങൾക്ക് ഒരു സ്ഥാനം ഉയർത്തി തരികയും وحتى عنك خطيئة, ഒരു തെറ്റ് അല്ലാഹു നിങ്ങൾക്ക് ഒഴിവാക്കി തരികയും ചെയ്യും.
ഒരു സുജൂദ് കൊണ്ട്. നബി തങ്ങളോടൊപ്പം സ്വർഗത്തിൽ കൂടെ കഴിയാൻ ആഗ്രഹമുണ്ട് നബിയെ എന്ന് പറഞ്ഞ സ്വഹാബിയോട് ഒരുപാട് സുജൂദ് എണ്ണം കൂട്ടിയിട്ട് എന്നെ നിങ്ങൾ സഹായിക്കണം, സ്വർഗത്തിലേക്ക് ഞാൻ കൊണ്ടുപോകാം. സുജൂദിന്റെ എണ്ണം കൂട്ടണം. അല്ലാഹു സഹായിക്കട്ടെ, അല്ലാഹു സഹായിക്കുമാറാകട്ടെ, അല്ലാഹു സഹായിക്കട്ടെ. അപ്പോ നോമ്പ് അള്ളാഹുവിന് അത്രയ്ക്ക് ഇഷ്ടമുള്ള സംഗതിയാണ്. അത് നോമ്പായി കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരും. മഹാനായ ഇബ്രാഹിം ഇബ്നുൽ ഹാനി റഹ്മത്തുള്ളാഹി അലൈഹി ഒരുപാട് നോമ്പെടുത്ത സ്വാലിഹീങ്ങളിൽ പ്രമുഖനാണ്. സലഫ് സ്വാലിഹീങ്ങളിൽ ഇബ്രാഹിം ഇബ്നുൽ ഹാനി റഹ്മത്തുള്ളാഹി അലൈഹി ഒരുപാട് നോമ്പെടുത്തു. അങ്ങനെ ഒരു ദിവസം ബഹുമാനപ്പെട്ടവർ മരിക്കാൻ പോകുന്ന ദിവസം നോമ്പുകാരനാണ്. അസ്ർ നിസ്കാരം കഴിഞ്ഞപ്പോ വല്ലാതെ തൊണ്ട വരളാൻ തുടങ്ങി, മരണത്തിന്റെ വെപ്രാളങ്ങളായി തുടങ്ങി, ചുണ്ടുകൾ ഉണങ്ങാൻ തുടങ്ങി, തൊണ്ട വരളാൻ തുടങ്ങി. യബ്നീ മോനെ എന്ന് മോനെ വിളിച്ചപ്പോ മോൻ ഓടി വന്നു. മോനോട് പറഞ്ഞു വെള്ളം വേണം. മോൻ വെള്ളം കൊണ്ടുവന്നു. ചുണ്ടിലേക്ക് വെള്ളം വെച്ചു കൊടുക്കുമ്പോ മഹാനായ ഇബ്രാഹിം ഇബ്നുൽ ഹാനി റഹ്മത്തുള്ളാഹി അലൈഹി വേണ്ട മോനെ വേണ്ട, കുടിച്ചേക്കണം ഉപ്പ, വേണ്ട മോനെ വേണ്ട, നോമ്പുകാരനല്ലേ, എനിക്ക് വേണ്ട, ഭയങ്കര ദാഹമുണ്ട്, ഇവിടെ തന്നെ ഇരുന്നു മോനെ, ഉപ്പ വെള്ളം വേണോ ഉപ്പ, നിങ്ങൾക്ക് വിഷമമുണ്ടോ, നോമ്പ് മുറിച്ചോളൂ, സാരല്ല, സുന്നത്ത് നോമ്പാണ്, റമദാനല്ല, ഉപ്പാക്ക് നോമ്പ് മുറിക്കാലോ വേണോ, വേണ്ട മോനെ വേണ്ട എന്ന് കൈകൊണ്ട് ആ വെള്ളത്തിന്റെ ചഷകം തള്ളി മാറ്റിയിട്ട് ലിമിഥിലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ, ഈ ദിവസത്തിന് വേണ്ടിയാണല്ലോ അധ്വാനിക്കുന്നവർക്ക് അധ്വാനിക്കേണ്ടത്. മരിക്കുന്ന നേരത്ത് ഒരു സൽക്കർമ്മം ചെയ്ത് മരിച്ചു കിട്ടാനാണ് ആഗ്രഹിക്കേണ്ടത്. ലിമിഥിലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ, വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ നാവിലൂടെ വരികയാണ്. ലിമിഥിലി ഹാദാ, ഇതുപോലത്തതിന് വേണ്ടിയാണല്ലോ ഫൽയഅമലിൽ ആമിലൂൻ, അധ്വാനിക്കേണ്ടവർ അധ്വാനിക്കേണ്ടത് ഇതിനാണ്. ബിൽഡിങ്ങും ഫ്ലാറ്റും കെട്ടാനല്ല, അധ്വാനിക്കേണ്ടത് എന്തിനാ? മരിക്കുന്ന നേരത്ത് കലിമ ചൊല്ലി മരിക്കാൻ, മരിക്കുന്ന നേരത്ത് അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ഒരു അമൽ ചെയ്തുകൊണ്ട് മരിക്കാൻ വേണ്ടി റബ്ബിനോട് ചോദിക്കണ്ടേ? ലിമിഥിലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ എന്ന് പറയുകയും സുമ്മ തശഹദ, പിന്നെ കേൾക്കാൻ കഴിഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫമാത്, അവിടെ തന്നെ വഫാത്തായി. എന്തോ ഒരു ഭാഗ്യം! നോമ്പുകാരനായി മരിക്കാനുണ്ടാകുന്ന ഭാഗ്യം ഹുസ്നുൽ ഖാത്തിമത്താണ്. നല്ല നിലക്കുള്ളൊരു മരണം അള്ളാഹു നൽകുന്ന വലിയൊരു സൗഭാഗ്യമാണ്. അള്ളാഹു നമുക്കൊക്കെ മരണം വിധിക്കുമ്പോ അത് 25 മരിക്കുന്നവരുണ്ട്, 18 17 മരിക്കുന്നവരില്ലേ, 40 45 60 80 90 മരിക്കുന്നവരെ, 100 മരിക്കാതെ കിടക്കുന്നവരെ നിനക്കുണ്ടല്ലോ. എപ്പോഴാണോ അല്ലാഹുവേ മരണം നീ ഞങ്ങൾക്ക് വിധിച്ചിട്ടുള്ളത്, ആ നേരത്ത് ഞങ്ങൾക്ക് ഈമാൻ തരണമേ. അല്ലാഹുവിനോട് അങ്ങനെ ദ്വാരക്കണമെന്ന, മരിക്കുന്ന നേരത്ത് ഈമാൻ തരണം. മരിപ്പിക്കാൻ വേണ്ടി ദ്വാരക്കണ്ട. അല്ലാഹു ആയുസ് വന്നാലല്ലേ കുറെ അമൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ തന്നെ മരിപ്പിച്ചേക്കണേ പഠിച്ചവനെ, അങ്ങനെ ദ്വാരക്കണ്ട. നമ്മൾ പറയുമ്പോ ചിലപ്പോ പറയുന്നത് ഈമാൻ കിട്ടി മരിക്കാൻ വേണ്ടി ദ്വാരക്കണം എന്ന് പറയും. നമ്മള് അത് പറയേണ്ടത് മരിക്കണ നേരത്ത് ഈമാൻ കിട്ടാൻ വേണ്ടി എന്നാ പറയേണ്ടത്. ഈമാൻ കിട്ടി മരിക്കാൻ ഇപ്പൊ തന്നെ മരിക്കാൻ വേണ്ടി ദ്വാരക്കണം എന്നാവോ? നമ്മുടെ ഉദ്ദേശം ഒന്ന് തന്നെയാണ്. ഞാൻ ആ വാക്ക് മാത്രം ശ്രദ്ധിക്കുകയാണ്. ഇങ്ങനെ മരിക്കുന്ന നേരത്ത് ഈമാൻ കിട്ടാൻ വേണ്ടി ദ്വാരക്കണം, അങ്ങനെ പറയാം. അള്ളാഹു നമുക്ക് ആ നേരം നന്നാക്കി തരട്ടെ. ഒരു ചെറുപ്പക്കാരൻ ദുബൈയിലെ ഒരു കാര്യമായ ഒരു വീട്ടിൽ, ഒരു ഷെയ്ഖിന്റെ വീട്ടിലോ മറ്റോ ജോലി ചെയ്ത് അള്ളാഹു ചെറുപ്പക്കാരനെ പുറത്തു കൊടുക്കട്ടെ, പുറത്തു കൊടുക്കട്ടെ, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ഏതായാലും കാസർഗോഡ് ജില്ലക്കാരനല്ല, ഗ്യാരണ്ടിയാണ്. കാർ പോർച്ചിൽ വണ്ടി ഓൺ ചെയ്തിട്ട് ഷട്ടർ താത്തിയിട്ടിരിക്കുകയാണ്. രാത്രി ഇയാളെ കാണുന്നില്ല, വിളിച്ചിട്ട് വിവരം കിട്ടണില്ല. അപ്പോ നമ്മുടെ നാട്ടിലെ കാർ പോർച്ച് ഓപ്പൺ ആണ്, അവിടേക്ക് ശരിക്കും റൂം പോലെയാണല്ലോ. ഷട്ടർ താത്തിക്കഴിഞ്ഞാൽ ഒരു എയർ പാസ് ഉണ്ടാവില്ല. ആളെ കാണുന്നില്ല. പിന്നെ കറുത്ത പുക ഇങ്ങനെ വരുന്നുണ്ട്. നോക്കുമ്പോ വണ്ടി ഓൺ ചെയ്ത് കാർ പോർച്ചിന്റെ ഉള്ളിൽ വണ്ടി ഉണ്ട്. തുറന്നു നോക്കുമ്പോ കൂടെ ഒരു പെണ്ണും കിടക്കുന്നുണ്ട് വണ്ടിന്റെ ഉള്ളിൽ. സുബ്ഹാനല്ലാഹ്, എന്താണ് ഇപ്പൊ അവസ്ഥയൊക്കെ? വിഷവായു ശ്വസിച്ചുകൊണ്ട് മരിച്ചതാ.
ആരും കാണില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കാം, ചെറുപ്രായക്കാരാണ്, ബോധം ഉണ്ടാവില്ലല്ലോ. വ്യഭിചാരത്തിലേക്കുള്ള ആഗ്രഹം പിശാചു കൊടുത്തിട്ടുണ്ടാവും. ആ ചെറുപ്പക്കാരൻ അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അങ്ങനെയൊക്കെ മരിക്കാന്ന് പറഞ്ഞാൽ എന്താണ് അവസ്ഥ? കള്ളു കുടിച്ചിട്ട് നമ്മൾ കുട്ടികൾ മരിക്കാന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ? മയക്കുമരുന്നടിച്ചിട്ട് തല കറങ്ങിയിട്ട് മരിക്കാന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അവസ്ഥ? ലൗഡ് മ്യൂസിക്കും വെച്ച് വണ്ടി ഓടിച്ചു പോയിട്ട് കുത്തിമറിഞ്ഞ് ആക്സിഡന്റായി മരിക്കുകയാണ്. അവസാനം കേട്ടത് സിനിമ പാട്ടാണ്. എന്താ മരണത്തിന്റെ അവസ്ഥ? നോമ്പുകാരനായി മരിക്കാൻ കൊതിച്ച ഇബ്രാഹിം ഇബ്നുൽ ഹാനി റഹ്മത്തുള്ളാഹി അലൈഹി, അസ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് സൂര്യൻ അസ്തമിച്ചോ മോനെ? സൂര്യൻ അസ്തമിച്ചോ? ഇല്ല ഉപ്പ. എങ്കിൽ എനിക്ക് വെള്ളം വേണ്ട എന്ന് ദാഹാർത്തരായി ഒരിച്ചു വെള്ളം കുടിക്കാൻ കൊതിക്കുന്ന നേരത്ത്, മരണത്തിന്റെ വെപ്രാളം വന്ന നേരത്ത്, വേണ്ട ചുണ്ടുകളോട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് മാറ്റിവെച്ച് മരിക്കാൻ പോകുന്ന നേരത്ത് പറഞ്ഞ വാക്ക് ഇതിനു വേണ്ടിയല്ലേ അധ്വാനിക്കേണ്ടത്? ഇങ്ങനെ മരിക്കാനല്ലേ കൊതിക്കേണ്ടത്? മരണം ആസന്നമാകുമ്പോൾ നോമ്പുകാരൻ സ്കാരത്തിന് മരിക്കുന്നത്, ഹറമിലും ഇരുന്ന് മരിക്കുന്നത്, ഹജ്ജും ഉംറക്കും പോകുമ്പോൾ മരിക്കുന്നത്, ഹജ്ജ് കഴിഞ്ഞ് വരുമ്പം മരിക്കുന്നത് നല്ല കാര്യങ്ങളാണ്. ഇതിനു വേണ്ടിയല്ലോ അധ്വാനിക്കേണ്ടത് എന്ന് പറയുകയും അവസാനം ഈ ആയത്തോതുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അവസാനത്തെ വാക്കും പറഞ്ഞ് നോമ്പ് തുറക്കുന്നതിന്റെ സമയമാകുന്നതിന്റെ മുമ്പ് ലോകത്തോട് വിട പറഞ്ഞ ഇബ്രാഹിം ഇബ്നുൽ ഹാനി റഹ്മത്തുള്ളാഹി അലൈഹി ഒരുപാട് നോമ്പെടുത്തിരുന്ന മഹാനാണ്. അപ്പൊ അല്ലാഹു നോമ്പുകാരായി മരിക്കാൻ അവസരം കൊടുത്തു. ബദരീങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആള് ബദരീങ്ങളുടെ ആണ്ടിൽ നിന്ന് മരിക്കും. അങ്ങനെയാണ് അഷ്റഫുൽ ഖൽഖിനോട് ഹുബ്ബുള്ള ഒരുപാട് ആളുകൾ ഹബീബിന്റെ ആ ഒരു മാസത്തിൽ, അവിടുത്തെ ജന്മം നടന്ന മാസത്തിൽ റമളാനിൽ ഒരുപാട് ഹുബ്ബ് ചെയ്തവർ അല്ലാഹു റമളാനിൽ അവർക്ക് ആഖിബത്ത് നന്നാക്കി കൊടുക്കും. അല്ലാഹു നമുക്ക് നന്നാക്കി തരട്ടെ. മഹദി നഫീസത്തു ബിൻതുൽ ഹസൻ റളിയല്ലാഹു അൻഹാ, ലോകം കണ്ട പ്രഗൽഭയായ പ്രതിഭയായ മഹദിയാണ് നഫീസത്ത് ബീവി റളിയല്ലാഹു അൻഹാ. ഒരുപാട് ഇൽമു പറഞ്ഞു കൊടുത്തിരുന്ന മഹദിയാണ്. വിജ്ഞാനം ലോകത്തിന് കൈമാറിയ മഹദിയാണ് നഫീസത്ത് ബീവി, നഫീസത്ത് ബിൻതുൽ ഹസൻ റളിയല്ലാഹു അൻഹാ. അൽഹംദുലില്ലാ, നമ്മുടെ ഉളുവാറിൽ ഇവിടെ ഇൽമിന്റെ ക്ലാസ് നടക്കുന്നുണ്ട് കേട്ടു. പെണ്ണുങ്ങൾക്ക് ഒരു ദർസ് നടക്കുന്നുണ്ട്, അതൊരു പെണ്ണ് തന്നെയാണ് എടുത്തു കൊടുക്കുന്നു പറഞ്ഞു. അൽഹംദുലില്ലാ, വലിയ കാര്യമല്ലേ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ 40 വർഷം സ്വഹാബത്തിനും താബിഈങ്ങൾക്കും ഹദീസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി തങ്ങളുടെ വഫാത്തിന്റെ ശേഷം. അതിനൊക്കെ കഴിവുള്ള പെണ്ണുങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നത് അല്ലാഹു ചെയ്ത വലിയ ഭാഗ്യമല്ലേ? അൽഹംദുലില്ലാ, അല്ലാഹു ഇത് നിലനിർത്തട്ടെ. നമ്മുടെ പെണ്ണുങ്ങൾക്കൊക്കെ പഠിക്കാനും ആ പഠിപ്പിക്കുന്ന സഹോദരിക്കും അല്ലാഹു ഇൽമിൽ ബറക്കത്തും അമലിന് തൗഫീഖും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ പെണ്ണുങ്ങളൊക്കെ പറഞ്ഞയക്കാം. അങ്ങനെ ഒരു അവസരം പെണ്ണുങ്ങൾക്ക് പഠിപ്പിക്കാൻ പെണ്ണിനെ കിട്ടിയാൽ അൽഹംദുലില്ലാ. അത് കിട്ടാക്കുമ്പോഴാ പിന്നെ മൂല്യന്മാരെ വെച്ചു കൊടുക്കേണ്ടി വരിക. അതിൽ ഏറ്റവും നല്ലത് അവർക്ക് തമ്മിൽ ഒരു കാണുകയും സംസാരിക്കുകയും ചോദ്യം ചോദിക്കുകയും ഒക്കെ ചെയ്യാലോ. അൽഹംദുലില്ലാ, അത് ഒരു നല്ല സംഗതി. അല്ലാഹു അത് നിലനിർത്തി തരട്ടെ. അതിന്റെ പ്രവർത്തകർക്ക് അല്ലാഹു എല്ലാ തൗഫീഖും കൊടുക്കട്ടെ. പെണ്ണുങ്ങളൊക്കെ പഠിക്കണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പഠിപ്പിച്ചിട്ടുണ്ട്. 40 വർഷത്തോളം ഹദീസ് പഠിപ്പിച്ചിട്ടുണ്ട്. ഹിജാബിന്റെ മറവിലാണ്. എന്റെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് താബിഈങ്ങളും അതാ ഇബ്നു റബാഹ തങ്ങളെ പോലെയുള്ള മഹാത്തുക്കളൊക്കെ വന്ന് ആയിഷ ബീവിയുടെ ഹദീസ് ചോദിച്ചിട്ടുണ്ട്. അവരോടൊക്കെ ഹിജാബിന്റെ മറവിൽ പെണ്ണുങ്ങൾക്ക് നേരിട്ട് വന്ന് ചോദിക്കാലോ. അൽഹംദുലില്ലാ. നഫീസത്തുൽ മിസ്രിയ നഫീസത്ത് ബിൻതുൽ ഹസൻ റളിയല്ലാഹു അൻഹ ഒരുപാട് ഇൽമ പഠിപ്പിച്ചു കൊടുത്തിരുന്ന മഹദിയാണ്. ഒരുപാട് നോമ്പിഷ്ടപ്പെട്ടവരാണ്. മഹദി റളിയല്ലാഹു അൻഹ വഫാത്താകുന്ന ദിവസം അവർ നോമ്പുകാരിയാണ്. നോമ്പ് മുറിക്കാനുള്ള സമയമായി തുടങ്ങുന്നു. ഇബ്രാഹിം ഇബ്നുൽ ഹാനി തങ്ങൾക്ക് സംഭവിച്ച പോലെ മഹദി റളിയല്ലാഹു അൻഹയുടെ നാവിൽ വരളാൻ തുടങ്ങുന്നു, തൊണ്ട ഉണങ്ങാൻ തുടങ്ങുന്നു. വെള്ളം വേണമെന്ന് ചോദിക്കുന്നുണ്ട്. വെള്ളം കൊണ്ടുവന്നപ്പോഴേക്കും മഹദി റളിയല്ലാഹു അൻഹ വേണ്ട, എനിക്ക് വെള്ളം തരല്ലിൻ. വഅജബാ, എന്തൊരു അത്ഭുതമേ! അനമുന്നു 30 സന, 30 കൊല്ലമായി യസ്അലുല്ലാഹ്, ഞാൻ അല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്. അന്നൽഖാഹു വഅന സ്വായിമ, നോമ്പ് നോച്ചുകൊണ്ട് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വരണമെന്ന് 30 കൊല്ലമായി ഞാൻ ദുആ ചെയ്യാൻ തുടങ്ങിയിട്ട് ആ അവസരം അല്ലാഹു എനിക്ക് തന്നിരിക്കുകയാണ്. ആ നോമ്പ് നിങ്ങൾ മുറിച്ചു കളയുകയാണോ? ചെയ്യല്ലേ, എനിക്ക് വെള്ളം തരണ്ട. 30 കൊല്ലായി ഞാൻ ചോദിക്കാൻ തുടങ്ങിയിട്ട്
ആ എന്റെ ദുആഇന് അല്ലാഹു ഉത്തരം നൽകിയിരിക്കുകയാണിപ്പോ. 30 കൊല്ലായി ചോദിക്കുന്നത്. എങ്ങനെ? നോമ്പുകാരിയായി മരിക്കണമെന്ന് റബ്ബിനോട് ദുആ ചെയ്യാൻ തുടങ്ങിയിട്ട് 30 കൊല്ലമായിട്ടുണ്ട്. അവസരം അല്ലാഹു നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ നേരത്ത് ഞാൻ എങ്ങനെയാണ് എന്റെ നോമ്പ് മുറിക്കുന്നത്? അവസാനം ഒരായത്താണ് ഓതുന്നത്, സൂറത്തുൽ അൻആമിലെ 12ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل لمن ما في السماوات والأرض قل لله كتب على نفسه الرحمة. നഫീസത്ത് ബീബി അവസാനം പറഞ്ഞ വാക്കിതാണ്. കലിമ ചൊല്ലി മരിക്കാം. ഖുർആൻ ഓതി മരിച്ചു. ഭയങ്കരല്ലേ? ഖുർആൻ ഓതിയിട്ട് വഫാത്താകുന്നത്. ചോദിക്കൂ നബിയെ, ആർക്കുള്ളതാണ് ആകാശഭൂമികൾക്കിടയിലുള്ളത്? അല്ലാഹുവിനുള്ളതാണല്ലോ ആകാശഭൂമികൾക്കിടയിലുള്ള മനുഷ്യരും ജന്തുക്കളും ജീവജാലങ്ങളും സർവ്വതും അല്ലാഹുവിനുള്ളതാണ്. അല്ലാഹു അവന്റെ ദാത്തിനെ റഹ്മത്ത് നിർബന്ധമാക്കിയിരിക്കുന്നു. അല്ലാഹു റഹ്മത്ത് ചെയ്യുന്നവനാണ്. അല്ലാഹു റഹ്മത്ത് നിർബന്ധമാക്കിയവനാണ്. അല്ലാഹു കരുണാവാനല്ലയോ? ഇത് ഒരുപാട് തവണ ഓതിക്കൊണ്ടാണ് നഫീസത്ത് ബിൻതു ഹസൻ റളിയല്ലാഹു അൻഹ ലോകത്തോട് നോമ്പുകാരിയായി ഇവിടെ പറയുന്നത്. ഭാഗ്യമാണ്. അല്ലാഹു അങ്ങനത്തെ നോമ്പായി നമ്മുടെ നോമ്പിനെ അല്ലാഹു സ്വീകരിക്കട്ടെ. ഹബീബിന്റെ ഭാര്യമാരിൽ ഉമർ ഫാറൂഖ് തങ്ങളുടെ മകളാണ് ഹഫ്സ ബിൻതു ഉമർ റളിയല്ലാഹു അൻഹുമാ. ഉമർ തങ്ങളുടെ മോള് ഹഫ്സ ബീവിയും അല്ലാഹുവിന്റെ റസൂലും തമ്മിൽ ചെറിയൊരു പിണക്കം വന്നപ്പോ നബി തങ്ങൾ ഒരു ത്വലാഖ് ചൊല്ലിയിട്ടുണ്ട്. അപ്പോഴേക്കും ഓർഡർ വന്നു ആകാശ ലോകത്ത് നിന്ന്. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, ഇന്നല്ലാഹ യഅ്മുറുക അൻ തുറാജിഅ ഹഫ്സ. നബിയെ, അല്ലാഹു നിങ്ങളോട് ഹഫ്സ ബീവിയെ തിരിച്ചെടുക്കാൻ പറയുന്നുണ്ട്. തിരിച്ചെടുക്കണം. ഒരു തലാഖ് ചൊല്ലി തിരിച്ചെടുക്കാം. രണ്ടാം തലാഖ് ചൊല്ലിയിട്ടുണ്ട്. അതിന്റെ ഇദ്ദക്കിടയിൽ തിരിച്ചെടുക്കാൻ പറ്റും. മൂന്നാമത്തെ തലാഖ് ചൊല്ലിയാൽ പ്രശ്നമാണ്. മുഅ്മിനീങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. ഒന്നുകൂടെ ഊന്നി പറയുകയാണ്, 3 വിഷയങ്ങൾ കളിയും കാര്യമാണ്, കാര്യവും കാര്യമാണ്. സലാത്തുൻ ജിദ്ദുഹുന്ന ജിദ്ദുൻ വഹസ്ലുഹുന്ന ജിദ്ദുൻ. തമാശയിൽ പറഞ്ഞാലും കാര്യമാണ്, കാര്യത്തിൽ പറഞ്ഞാലും കാര്യമാണ്. അന്നിക്കാഹു, നിക്കാഹ് ചെയ്തു കൊടുക്കുന്നത്. വത്വലാഖു, ത്വലാഖ് ചൊല്ലി എന്ന് പറയുന്നത്. വറജ്അ, തിരിച്ചെടുത്തു എന്നും പറയുന്നത്. കളിക്കുന്ന നേരത്തെ, തമാശ പറയുന്ന നേരത്തെ, ദേഷ്യപ്പെടുന്ന നേരത്തെ ഒരു ഭർത്താവും നാവിൽ ത്വലാഖിന്റെ വാക്ക് പറഞ്ഞു പോവരുത്. കളിയും കാര്യമാണ്, തമാശയും കാര്യമാണ്. കാര്യത്തിൽ പറഞ്ഞാലും ത്വലാഖാവും, തമാശ പറഞ്ഞാലും ത്വലാഖ് സംഭവിക്കും. ഒരു ചെറുപ്പക്കാരൻ അങ്ങനെ എനിക്ക് തെക്കങ്ങാനുമാണ്. അദ്ദേഹം ഇപ്പോൾ ഉള്ളത് സൗദി അറേബ്യയിലെന്ന് തോന്നുന്നു. അദ്ദേഹം 6 മാസം മുമ്പ് തമാശ പറഞ്ഞിട്ട് ഭാര്യയോട് അല്ലെ 1, 2, 3 തലാഖ് ഞാൻ ചൊല്ലിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. 6 മാസം കഴിഞ്ഞ് ഇപ്പോൾ ഇന്നലെ വിളിച്ചു ചോദിക്കുക എന്താ സംഭവിച്ചത്. ബായിനായ ത്വലാഖ് സംഭവിക്കൂലേ? പിന്നെ ആ പെണ്ണിനെ വേറൊരാൾ കല്യാണം കഴിച്ച് അയാൾ ത്വലാഖ് ചൊല്ലിയാലല്ലാതെ ഇയാൾക്ക് കെട്ടാൻ പറ്റൂല. അങ്ങനെ ത്വലാഖ് സംഭവിക്കുന്നു. 3 ത്വലാഖ് ചൊല്ലിക്കഴിഞ്ഞു. തമാശ പറഞ്ഞ എനിക്ക് ഒരു ഉദ്ദേശമില്ലായിരുന്നു. എന്റെ മനസ്സിൽ അങ്ങനെയല്ല. എന്റെ കുട്ടികളുടെ ഉമ്മയാണ് അവൾ ഒഴിവാക്കണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. പറഞ്ഞോ, എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് തമാശയും കാര്യമാണ്, കാര്യവും കാര്യമാണ്. എന്തൊക്കെ? നിക്കാഹ് ചെയ്തു കൊടുക്കുക, പിന്നെ ത്വലാഖ് ചൊല്ലുന്നത്, തിരിച്ചെടുക്കുന്നത്. ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹയെ നബി തങ്ങൾ ത്വല്ലഖത തുലീഖതൻ, ഒരു ത്വലാഖ് ചൊല്ലിയിട്ടുണ്ട്. അത് ഉമർ തങ്ങൾ എപ്പോഴും പറയുമായിരുന്നു ഹഫ്സ ബീവിയോട്. ഹഫ്സ ബീവി അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ ആയിഷ ബീവി നബിയോട് ഒരൽപ്പം ഫ്രീഡം എടുത്ത് സംസാരിക്കുന്ന പോലെ നീ പറയാൻ നിൽക്കരുത് കേട്ടോ. കാരണം മദീനയിലെ പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരോട് ഇച്ചിരി നാവ് വെച്ച് സംസാരിക്കും. സലീസത്തുൽ ലിസാൻ എന്ന് പറയും. നാവ് ഇച്ചിരി പവറുള്ള പെണ്ണുങ്ങളായിരുന്നു മദീനത്തെ പെണ്ണുങ്ങൾ. മക്കക്ക പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ പുതിയപ്പാർ അടിച്ചൊതുക്കുമായിരുന്നു. ഉമർ തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, പൊന്നാര നബിയെ, ഞങ്ങളൊക്കെ മദീനത്തേക്ക് ഹിജറ ചെയ്ത് വന്നപ്പോ ഞങ്ങളെ പെണ്ണുങ്ങളൊക്കെ കേടന്നല്ലോ നബിയെ. എന്തേന്ന് ചോദിച്ചു.
ഞങ്ങളുടെ പെണ്ണുങ്ങൾ ഞങ്ങളങ്ങ് പറഞ്ഞതിന് എതിര് പറയാറില്ലായിരുന്നു മക്കയിൽ. പറഞ്ഞ ഞങ്ങൾ അടി കൊടുക്കും പെരടിക്ക്. ഇപ്പൊ ഞങ്ങൾക്ക് ഇങ്ങോട്ട് അടി കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തേ? അൻസാരി പെണ്ണുങ്ങളെ കണ്ട് പഠിച്ചതാൻ പൊന്നാര നബിയെ, ഞങ്ങളുടെ പെണ്ണുങ്ങളൊക്കെ നാശായി പോയല്ലോ. ചില അയൽപ്പക്കത്ത് ചില പെണ്ണുങ്ങൾ വന്ന് പറക്കാൻ തുടങ്ങിയാലേ, ഇടക്കിടക്ക് ഓരോ വിളി വരാൻ തുടങ്ങിയാൽ, ചില പെണ്ണുങ്ങളുടെ കൂടെ പോകാൻ തുടങ്ങിയാൽ സ്വന്തം പെണ്ണിന്റെ നല്ല സ്വഭാവങ്ങളൊക്കെ പോയി എന്ന് വരും. അങ്ങനെയൊക്കെ ഉണ്ടാവും കൂട്ടുകാരികളെ. പണ്ടൊരു തത്തമ്മയെ വളർത്തിയിരുന്ന ഒരു ക്രിസ്ത്യാനി സഹോദരന്റെ കഥ പറയാറുണ്ട്. അയാളുടെ തത്തമ്മ, ആരോ ഒരാൾ തത്തമ്മക്ക് കുറച്ച് തെറിവാക്ക് പഠിപ്പിച്ചു കൊടുത്തു. എന്ത് ചെയ്യാൻ പറ്റും? തത്തമ്മ വന്ന ഇതാ പറയാ. തത്തമ്മക്ക് ഇത് മറക്കാൻ പറ്റൂലല്ലോ. പിന്നെ അതുകൊണ്ട് തത്തമ്മ ഒരു നല്ല വാക്ക് പഠിക്കണമെന്ന് വിചാരിച്ച് കപ്പ്യാരുടെ പള്ളിയിലെ കപ്പ്യാരുടെ മുപ്പരക്കൊരു തത്തമ്മ ഉണ്ടെന്ന് ആ തത്തമ്മയുടെ കൂടെ കൊണ്ടുപോയി പാർപ്പിച്ചാൽ നന്നാവെന്ന് വിചാരിച്ചു കൊണ്ട്. അപ്പൊ അതിലും വലിയ പൂരത്തറി പറയാൻ തുടങ്ങിയ അപ്പോ അതിലും വലുത് കപ്പ്യാരെ തത്ത പിടിച്ചു വെച്ചിട്ടുണ്ട് എന്ന പോലെ കൂട്ടുകെട്ടുകൊണ്ട് നാശായി പോകുന്നവരുണ്ടാവും. ഉമർ തങ്ങൾ എന്ന് പറയുമ്പോൾ പൊന്നാര ഹഫ്സ, ഉമർ തങ്ങൾ ഭാര്യയോടൊരിക്കൽ പറഞ്ഞപ്പോ ഭാര്യ ഉമർ തങ്ങളോട് തിരിച്ചു വർത്തമാനം പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു വിഷയത്തിൽ നിങ്ങൾ എതിർത്ത് സംസാരിക്കുകയാണെന്ന്. അള്ളാന്റെ റസൂലിന്റെ ഭാര്യമാരങ്ങനെ പറയുന്നുണ്ടല്ലോ, പിന്നെ ഞങ്ങൾക്ക് എന്താ പറഞ്ഞൂടെ? ഉമർ തങ്ങളുടെ ഭാര്യ ഇതൊക്കെ മദീനത്ത് വന്നതിന് ശേഷം പറഞ്ഞത്. മക്കയിൽ ഇങ്ങനെയൊന്നും പറയില്ല. ഉമർ തങ്ങൾ ഉടനെ ചെന്ന് ഓടിച്ചു. ഹലക്കത്ത് ഹഫ്സ, എന്റെ ഹഫ്സ നശിച്ചു പോയല്ലോ, എന്റെ ഹഫ്സക്ക് നാശം വന്നല്ലോ. ഹഫ്സ ബീവി ഇവിടെ വാ. ഉമർ തങ്ങൾ ചെന്ന് വിളിക്കുകയാണ്. അമ്മോഷൻ ഓടിച്ചെന്നു പെണ്ണിന്റെ അടുത്തേക്ക്. ഇങ്ങനെ അമ്മോഷന്മാര് പെരുമാറേണ്ടതെന്നും പഠിക്കണേ. ഹഫ്സ, നീ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതിന് എതിര് പറയാറുണ്ടോ? അതെ, എല്ലാരും ഇവിടെ പറയാറുണ്ട്, അപ്പൊ ഞാനും പറയാറുണ്ട്. ഹഫ്സ ഹലകതി ഹഫ്സ, നീ നശിച്ചു പോകും ഹഫ്സ, നീ പറയല്ലേ ഹഫ്സ. ആയിഷ ബീവി നബി തങ്ങളുടെ ഹിബ്ബാണ്, ഇഷ്ടപ്പെട്ടവരാണ്. വബിന്തു ഹിബ്ബി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരന്റെ മോളുമാണ്. ആയിഷ ബീവി പറയുന്ന പോലെ നീ പറഞ്ഞു പഠിക്കേണ്ട ഹഫ്സ. അല്ലാഹും അവന്റെ റസൂലും നിങ്ങളോട് ദേഷ്യപ്പെട്ടാൽ തഹ്ലകീന യാ ഹഫ്സ, നിങ്ങൾ നശിച്ചു പോകും ഹഫ്സ ബീവി, നിങ്ങൾ പറയരുത് കേട്ടോ. വാപ്പ പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് വാപ്പാര് കല്യാണം കഴിഞ്ഞു പോയ പെണ്ണുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പൊ നേരെ മറിച്ചാകാരുണ്ടാവുക. ഇപ്പോഴാ കുടുംബങ്ങളും വഴക്കൊക്കെ ഉണ്ടാവുന്നത്. അച്ചടക്കം പഠിപ്പിച്ചു കൊടുക്കണം. ഉമ്മാര് പെൺകുട്ടികൾക്ക് ഇപ്പാരും അവരുടെ പെൺകുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പൊ തന്നെ ലോകം ശരിയാവും. ഹഫ്സ ബീവിയോട് പറയാറുണ്ട് ഉമർ റളിയല്ലാഹു അൻഹു, പക്ഷേ എന്ത് പറ്റി? ഒരു ത്വലാഖ് നബി തങ്ങൾക്ക് ചൊല്ലേണ്ടി വന്നു. അപ്പോഴേക്കും വഹി വരുന്നു. നസലൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം, ഇന്നല്ലാഹ യഅ്മുറുക അൻ തുറാജിഅ ഹഫ്സ, നബിയേ ഹഫ്സ ബീവിയെ തിരിച്ചെടുക്കണമെന്ന് അല്ലാഹു നിങ്ങളോട് പറയുന്നുണ്ട്. പെട്ടെന്ന് തിരിച്ചെടുക്കണം. فإنها صوامة قوامة وزوجتك في الجنة. നബിയെ ഹഫ്സ ബീവി ഒരുപാട് സുന്നത്ത് നോമ്പെടുത്തിരുന്നവരാണ്. സുന്നത്ത് നോമ്പ് ഒരുപാട് പതിവാക്കിയവരാണ്. ഉമർ തങ്ങളുടെ പൊന്നുമോൾ അങ്ങയുടെ ഭാര്യയായ ഹഫ്സ ബിൻത് ഉമർ റളിയല്ലാഹു അൻഹുമാ ഒരുപാട് നോമ്പെടുക്കുന്ന മഹദിയാണ്. അതുകൊണ്ട് തിരിച്ചെടുക്കണം നബിയെ. രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന പതിവുള്ളവരാണവര്. തഹജ്ജുദ് നിസ്കാരമുണ്ട്, ഖിയാമുൽ ലൈലുണ്ട്. വഹിയ സൗജതുക ഫിൽ ജന്നഹ്, നാളെ സ്വർഗ്ഗത്തിൽ അങ്ങയുടെ ഭാര്യയുമാണ് ഹഫ്സ ബീവി. അതുകൊണ്ട് അവരെ തിരിച്ചെടുക്കണേ എന്ന് അല്ലാഹു നിങ്ങളോട് പറയുന്നു നബിയേ. ആ ത്വലാഖ് പിൻവലിക്കാൻ ഹബീബിനെ അള്ളാഹു പ്രേരിപ്പിക്കാൻ കാരണം അവർ ഒരുപാട് സുന്നത്ത് നോമ്പെടുക്കുന്ന മഹദിയാണ്. ഇപ്പൊ റമദാൻ കഴിഞ്ഞാൽ പിന്നെ നോമ്പില്ലാത്ത അവസ്ഥ വരരുത്. റമദാൻ കഴിഞ്ഞ പിന്നെ അടുത്ത റമദാൻ വരുമ്പോഴേ നോമ്പെടുക്കുള്ളൂ. അല്ലെ ഖളാ മുട്ടാണ്ടെങ്കിൽ ചെയ്യുന്നല്ലാതെ വേറൊന്നും ചെയ്യൂല. അങ്ങനെ ആവിപ്പോരുത്. എന്താ ചെയ്യുക? ഇടക്കിടക്ക് നോമ്പെടുക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബ അവിടുന്ന് അങ്ങോട്ടുള്ള താബിഈങ്ങളൊക്കെ ഒരുപാട് അല്ലാഹുവിന് വേണ്ടി സുന്നത്ത് നോമ്പെടുത്തിട്ടുണ്ട്. മഹാനായ ദാവൂദ് ഇബ്നു അബീ ഹിന്ദ് റളിയല്ലാഹു അൻഹു 40 വർഷമായി സുന്നത്ത് നോമ്പെടുത്തിട്ടുണ്ട്. 40 കൊല്ലം, 40 വർഷം സുന്നത്ത് നോമ്പെടുത്തത് ഭാര്യ പോലും അറിഞ്ഞിട്ടില്ല, നാട്ടുകാരറിഞ്ഞിട്ടില്ല. സുന്നത്ത് നോമ്പെടുത്തിട്ട് ആരും അറിഞ്ഞിട്ടില്ല. സുബ്ഹാനല്ലാഹ്. മുത്തുകളൊക്കെ തുന്നിച്ചേർക്കുന്ന ആളായിരുന്നു. എംബ്രോയിഡറി വർക്ക് ചെയ്യുന്ന ആളാണ്.
രാവിലെ കച്ചവട സ്ഥാപനത്തിലേക്ക് ഷോപ്പിലേക്ക് പോകുമ്പോ ഭക്ഷണം കൊണ്ടുപോകും. നോമ്പുള്ള സമയത്ത് എന്ത് ചെയ്യും? നോമ്പ് മുറിക്കാൻ ഈ ഭക്ഷണം, നോമ്പില്ലെങ്കിൽ ഉച്ചക്ക് കഴിക്കും. മഗ്രിബായി കഴിഞ്ഞാൽ വീട്ടിലേക്ക് വരും. ഭാര്യ അറിഞ്ഞില്ല. 40 കൊല്ലം സുന്നത്ത് നോമ്പെടുത്തിട്ട് അറിഞ്ഞിട്ടില്ല. സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ ഒരൊറ്റ ദിവസം ഖിയാമുൽ ലൈൽ നീച്ചു കഴിഞ്ഞാൽ അപ്പം അടുത്തുള്ളവനെ ഫോൺ വിളിക്കുക, വാട്സപ്പ്, ഈ എന്തോടോ ഈ നേരത്ത്? ഞാൻ പിന്നെ തഹജ്ജുദിന് എണീറ്റ് അപ്പന്നെ ഓർമ്മ വന്നതാ. എന്തിനാ ഈ പറയേണ്ട ആവശ്യമുണ്ടോ? നമ്മളൊക്കെ വിളിച്ചു പറയും, ഫുള്ള് സെൽഫി അല്ലേ, ഒക്കെ എടുക്കുന്നതും ചെയ്യുന്നതും മുഴുവൻ ഫോട്ടോ എടുത്ത് വിടുകയാണ്. എല്ലാവരും നാട്ടുകാരൊക്കെ അറിഞ്ഞോട്ടെ. അത് ഒരു തരം റിയാ ആണ്, ഷോ ഓഫ്, ആളുകളെ കാണിക്കുന്നത്. എനിക്ക് പങ്കുകാരുള്ള അമലുകൾ എനിക്ക് വേണ്ടെന്ന് അല്ലാഹു പറയുന്നു. നാട്ടുകാർ കാണണമെന്നും അറിയണമെന്നും നീ വിചാരിച്ച് നാട്ടുകാർ കൊടുത്തേക്ക്, എനിക്കത് വേണ്ട. 40 വർഷമായി മഹാനായ ദാവൂദ് ഇബ്നു അബീ ഹിന്ദ് റളിയല്ലാഹു അൻഹു സുന്നത്ത് നോമ്പെടുത്തിട്ട് സ്വന്തം ഭാര്യ അറിഞ്ഞിട്ടില്ല. 40 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ 4 നോമ്പ്, അല്ലാ ക്ഷീണുണ്ടല്ലോ, എന്തേ ഇന്നലെ നോമ്പുണ്ടായിരുന്നു, അപ്പോഴേക്കും പുറത്തു ചാടി അല്ലേ? 40 കൊല്ലം അറിഞ്ഞിട്ടില്ല. അപ്പോൾ വഫാത്തായി. അപ്പോഴാൾക്കാർ പറയണത്, ചില ദിവസം ഒരു ഭക്ഷണം കഴിക്കാറില്ല, മഗ്രിബിന് ഉടനെ കഴിക്കുന്നത് കാണാം. ലഅല്ലഹു കാന സ്വായിമാ, നോമ്പെടുത്തിട്ടുണ്ടാവും. 40 കൊല്ലതായിരുന്നു പതിവ്. യസൂമു യൗമൻ വയഫ്തിറു യൗമൻ, ഒരു ദിവസം നോമ്പെടുക്കുകയും മറ്റൊരു ദിവസം നോമ്പെടുക്കാതിരിക്കുകയും ചെയ്ത് സുന്നത്ത് നോമ്പുകൾ. കാന ഹബ്ബു സിയാമി ഇലല്ലാഹി സിയാമി ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ സുന്നത്ത് നോമ്പ് അല്ലാഹുവിന് ഇഷ്ടമാണ്. കാന യഫ്തിറു യൗമൻ വയസൂമു യൗമൻ വയഫ്തിറു യൗമാ, ഒരു ദിവസം നോമ്പെടുക്കും മറ്റേ ദിവസം നോമ്പുണ്ടാവില്ല. അങ്ങനെ ഒന്നിടവിട്ടുള്ള സുന്നത്ത് നോമ്പ് അങ്ങനെയൊക്കെ ചെയ്യാം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. നിങ്ങളുടെ കൽബിന് അല്ലാഹുവിനോട് ഭയഭക്തി വരാൻ വേണ്ടിയാ നോമ്പെടുക്കാൻ വേണ്ടി പറഞ്ഞത്. അല്ലാഹുവിലേക്ക് തിരിച്ചു വരണം, അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് മടങ്ങി വരാൻ ഒരവസരം അല്ലാഹു തന്നിരിക്കുന്നു. നഷ്ടപ്പെടുത്തല്ലേ, ഇതൊരു സുവർണാവസരമാണ്, നഷ്ടപ്പെടുത്തല്ലേ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അന്ന് മഴ കിട്ടാതെ വന്നൊരു സമയത്ത് ഇസ്തിസ്ഖാഇന്റെ നിസ്കാരത്തിന് ജമഅ ബനി ഇസ്രായേൽ സന്തതികളെ മുഴുവനും വിളിച്ചുകൂട്ടി. സയ്യിദുനാ മൂസൽ കലീം അലൈഹിസ്സലാം മഴയെ തേടിയുള്ള നിസ്കാരത്തിന് പോവുക. ആ സംഭവത്തിന് മുമ്പ് നമുക്കൊന്ന് എഴുന്നേറ്റുന്ന സ്വലാത്തിൽ ഇരിക്കല്ലേ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. چلو أشهد أن لا إله إلا الله استغفر الله. اللهم إني أسألك الجنة وأعوذ بك من النار. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين. اللهم رحمة ചെയ്യട്ടെ. ഇരിക്കെ നമ്മുടെ മുമ്പിൽ ഇനിയുള്ള സമയം ഇൻഷാ അല്ലാഹ് 45 മിനിറ്റാണ്. അവിടെ കുറെ ആൾക്കാർ നിൽക്കുന്നുണ്ടല്ലോ. ചെയർ അല്ലെങ്കിൽ ഹാഫ് വെയിലും ഹാഫ് തണലും അങ്ങനെ നിൽക്കാൻ പാടില്ല. പിശാച്ചിനെ ആകർഷിക്കുന്നതാണ്. പകുതി വെയിലത്തും പകുതി തണലത്തും, അങ്ങനെ ഒന്നുകിൽ ഫുൾ വെയിലത്ത് അല്ലെങ്കിൽ ഫുൾ തണലത്ത്, അങ്ങനെ പാടുള്ളൂ. ദില്ല് നിസ്ഫ്, പകുതി വെയിലും പകുതി തണലും നിഴലുമായിട്ട് നിൽക്കാൻ പാടില്ല. അപ്പൊ ഒന്നൊരു ഇങ്ങോട്ട് കയറി ഇരിക്കാൻ പറ്റുമെങ്കിൽ ഇങ്ങോട്ട് കയറി ഇരിക്കുക. കുട്ടികളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വലിയ ആളുകൾക്ക് എന്ത് ചെയ്യാൻ ഇരിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുക. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്തിസ്ഖാ നിസ്കരിക്കാൻ പോകുന്നു. മഴയെ തേടിയുള്ള നിസ്കാരം. എല്ലാവരെയും വരാൻ വേണ്ടി പറഞ്ഞു. ഇസ്തിസ്ഖാ നിസ്കരിക്കുമ്പോ കുട്ടികളും പെണ്ണുങ്ങളും കന്നുകാലികളൊക്കെ അടക്കം വരണമെന്നാണ്. ഇല സഈദ്, വിശാലമായൊരു മരുഭൂമിയിൽ വന്നിട്ട് അവിടെ നിന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യാം.
ഖുതുബുണ്ട്, നിസ്കാരമുണ്ട്. ഇസ്തിസ്ഖാഇന്റെ പ്രത്യേകമായ നിസ്കാര നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കരിക്കാൻ വേണ്ടി പോവാണ്. അല്ലാഹുവിനോട് കൈയുയർത്തി ദുആ ചെയ്യുന്നു കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. അല്ലാഹുവേ, ഞങ്ങൾക്ക് മഴ വേണം, ഞങ്ങൾക്ക് മഴ വേണം അല്ലാഹ്, ഞങ്ങൾക്ക് മഴ തരണം. അല്ലാഹുമ്മ സ്ഖിനാ, ഞങ്ങൾക്ക് മഴ വേണം. ശബ്ദമുയർത്തിയാൽ കേൾപ്പിക്കാൻ പറ്റാത്ത അത്രയും ദൂരം ആളുകൾ നിൽക്കുന്ന മഹാപ്രവിശാലമായ മരുഭൂമിയിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ഈജിപ്തിൽ ജനിക്കുകയും ഫലസ്തീനിലേക്ക് താമസം മാറുകയും ചെയ്ത അള്ളാഹുവിനോട് സംസാരിക്കാൻ ഭാഗ്യം ലഭിച്ച സീനാ മലയിൽ അള്ളാഹുവിന്റെ തിരുശബ്ദം കേട്ട കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം ദുആ ചെയ്തിട്ട് മഴ വരുന്നില്ല, മഴ പെയ്യുന്നില്ല. മൂസ നബി ചോദിച്ചു, യാ റബ്ബ്, പടച്ചവനെ, നീ എന്താ മഴ തരാത്തത്? എങ്ങനെയാ മൂസ നബിയെ നിങ്ങൾക്ക് ഞാൻ മഴ തരിക? വഫീകും റജുലുൻ യുബാരിസുനി 40 സന, 40 വർഷമായി ഞാൻ പറഞ്ഞത് കേൾക്കാതെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടല്ലോ. ആ മനുഷ്യൻ പുറത്തു പോവാതെ ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് മഴ തരിക? അയാൾ പുറത്തു പോണം. ആയിരക്കണക്കിന് ആളുകളുള്ള സദസ്സിനോടാണ് മൂസ നബി ചോദിക്കുന്നത്. എന്റെ റബ്ബ് എനിക്ക് വഹീ തന്നിരിക്കുന്നു, മഴ തരാതിരിക്കാൻ കാരണം നിങ്ങളിൽ ഒരു മനുഷ്യൻ യുബാരിസുല്ലാഹ ബിൽ മഅസിയ, തെറ്റ് ചെയ്യുന്നുണ്ട്. അല്ലാഹുവിനെ വളരെ കൂളായിട്ട് കള്ളുകുടിക്കുന്നവരെ, വളരെ ഒരു മടിയുമില്ലാതെ അന്യ പെണ്ണുങ്ങളുടെ കൂടെ പോകുന്നവരെ, ഒരു മടിയുമില്ലാതെ പലിശ കച്ചവടം ചെയ്യുന്നവരെ ഒക്കെ മുബാറസ, അല്ലാഹുവിനോട് ദ്വന്ദ്വയുദ്ധം ചെയ്യുന്ന പോലെ പരസ്യ പ്രഖ്യാപനം, എനിക്ക് പ്രശ്നമല്ല തെറ്റുകൾ എന്ന് വിചാരിക്കുന്നവരെ. ആ മനുഷ്യൻ 40 കൊല്ലമായി തെറ്റ് ചെയ്യുന്ന ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അയാളെ പുറത്തു പോവാതെ മഴ തരില്ല എന്ന് എന്റെ റബ്ബിനോട് പറഞ്ഞിട്ടുണ്ട്. ഉടനെ അയാൾ പുറത്തു പോവണം. മൂസ നബിയോട് ഇത് പറയാൻ പറഞ്ഞപ്പോ മൂസ അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബേ, വഹും ജംഉൻ കസീർ, വലിയൊരു സംഘമാണ് റബ്ബേ, ഞാൻ പറഞ്ഞത് ഒരു കേൾക്കുവോ? എന്റെ ചെറിയ ശബ്ദമല്ലേ? മൂസ, നിങ്ങൾ പറഞ്ഞേക്കണം, വഅലയ്യൽ ഇബ്ലാഗ്, അത് എത്തിച്ചു കൊടുക്കേണ്ടത് എന്റെ കടമയാണ്, പറഞ്ഞാൽ മതി, കേൾപ്പിച്ചോളാം. എല്ലാവരും കേട്ടു. അപ്പൊ ഈ മനുഷ്യൻ അതിന്റെ ഉള്ളിൽ കിടന്നങ്ങ് നോക്കുക, ആരെങ്കിലും പോണുണ്ടോ എന്ന്. ആരും പോണില്ല. പടച്ചോനെ, ഇതിനെ പറ്റിയാണോ പറയണത്? ആരെങ്കിലും പോയോ? മൂസ നബി പറയാ, ഞാൻ കാത്തിരിക്കുകയാണ്. ആ മനുഷ്യൻ പുറത്തു പോയാൽ അല്ലാഹ് മഴ തരാന്ന് പറഞ്ഞിട്ട് പുറത്തു പോകണം. ആരും പോണില്ല. ഈ മനുഷ്യൻ തലങ്ങിട്ട് താഴ്ത്തി വെച്ചിട്ട് പറഞ്ഞു, യാ റബ്ബ്, പടച്ചവനെ, യാ റബ്ബ്, 40 കൊല്ലം ഞാൻ നീ പറഞ്ഞത് കേൾക്കാതെ ജീവിച്ചിട്ടുണ്ട്, ശരിയാണ്. നീ അതെനിക്ക് മറച്ചു വെച്ച് തന്നില്ലേ? ഇനി ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ ഈ ആളുകൾ എന്നെ കാണുമ്പോ നാണക്കേടല്ലേ പടച്ചോനെ? നീ എനിക്ക് മറച്ചു തന്ന ആളല്ലേ? നീ ഇത്തുപുത്തുയിലേക്ക് കയറാം. ഞാനിത് ചെയ്യൂല റബ്ബേ, ഞാൻ നിർത്തിവെച്ച് പടച്ചവനെ. നീ ഇതൊക്കെ വീക്ഷിക്കുന്നുണ്ടെന്നും നിന്റെ അമ്പിയ ഇത് അറിയിച്ചു കൊടുക്കുന്നുണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലായി. യാ അല്ലാഹ്, ഞാൻ ചെയ്യൂല. അല്ലാഹു എന്നെ നാണം കെടുത്തല്ലേ പടച്ചവനെ എന്ന് തല താഴ്ത്തി പറഞ്ഞപ്പോഴേക്കും നസലൽ മതർ, മഴ ഇറങ്ങുകയായി. കഅന്നമാ, എങ്ങനെയെന്ന് പറയണമോ? കഅന്നമാ ഒരു കൂജയിൽ നിന്ന് വെള്ളമൊഴിക്കണ പോലെ കനത്ത തുള്ളികൾ പെയ്ത് മഴ പെയ്യാൻ തുടങ്ങി. ശക്തമായ മഴ. മൂസ നബി ചോദിച്ചു, യാ അല്ലാഹ്, അല്ലാഹുവേ, 40 കൊല്ലം നീ പറഞ്ഞത് കേൾക്കാതെ ജീവിച്ചൊരു മനുഷ്യനുണ്ടെന്ന് പറഞ്ഞ് ആ മനുഷ്യൻ പുറത്തു പോവാതെ മഴ തരികയില്ലെന്നും പറഞ്ഞ് ആരും പുറത്തു പോയിട്ടില്ല പടച്ചവനെ, നീ മഴ തരികയും ചെയ്തു. എന്താ ഇപ്പൊ സംഭവിച്ചത്? യാ അല്ലാഹ്, അല്ലാഹു പറഞ്ഞു, മൂസ നബിയേ, ഏതൊരു മനുഷ്യൻ കാരണമാണോ ഞാൻ നിങ്ങൾക്ക് മഴ തടഞ്ഞു വെച്ചത്, ആ മനുഷ്യൻ കാരണമാണ് നിങ്ങൾക്ക് ഞാൻ മഴ തന്നിട്ടുള്ളത്. അയാൾ തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ട് മൂസ നബിയെ. മൂസ നബി അലൈഹി ഇസ്ലാമിന് ഒരു കൊതി. യാ അല്ലാഹ്, നിന്റെ തൃപ്തി നീ കൊടുക്കുകയും നീ തൃപ്തിപ്പെടുകയും നീ ഇഷ്ടപ്പെടുകയും ചെയ്ത ആ മനുഷ്യനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരുമോ അല്ലാഹ്? അയാൾ കാരണമല്ലേ ഞങ്ങൾക്ക് നീ മഴ തന്നത്. മൂസ നബിയെ, നിങ്ങൾ അതെന്നോട് ചോദിക്കരുത്. 40 വർഷമായി തെറ്റ് ചെയ്തുകൊണ്ടിരിക്കെ ഞാൻ അയാളെ മറച്ചു വെച്ചിട്ടുണ്ട്. ഇനി അയാളെ തൗബ ചെയ്തിരിക്കെ ഞാൻ അയാളെ നാണം കെടുത്തുമോ മൂസ നബിയെ? ഞാനത് പറഞ്ഞു തരില്ല എന്ന് അല്ലാഹു മൂസ നബിക്ക് വഹി കൊടുത്തുവെന്ന് മുത്ത് റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റഹ്മത്ത് ഇത്ര വിശാലമാണ്. നിങ്ങളുടെ കൽബിന്റെ ഉള്ളിൽ, ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ചെയ്തു പോയ പാപങ്ങൾക്ക് പശ്ചാത്തപിച്ചോളൂ. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്, ഹൈസ്കൂൾ പഠിക്കുന്ന എത്തിയ മക്കളാണ്.
മയക്കുമരുന്ന് ഉപയോഗിച്ചു കാണും, കള്ള് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. പ്ലസ് ടു എത്തുമ്പോഴേക്കും പെണ്ണുങ്ങളുടെ കൂടെ കിടക്കുന്ന കാലമാണിതൊക്കെ. കോളേജിലും യൂണിവേഴ്സിറ്റികളിലും ഹോസ്റ്റലിലും പഠിക്കുമ്പോൾ ടൂർ പോകുമ്പോ ഇങ്ങനെ തുടങ്ങി ജോലി ചെയ്യുമ്പോഴും അല്ലാത്തപ്പോഴും അന്യാളുകളുമായി ഇടപഴകി തന്നെ പെണ്ണുങ്ങളുടെ കൂടെ നടന്നത്, മദ്യപിച്ചത്, വ്യഭിചരിച്ചത്, തോന്നിവാസം ചെയ്തതൊക്കെ അള്ളാഹുവിന്റെ കണക്കിൽ നിന്ന് മറഞ്ഞു പോവില്ല. അള്ളാഹുവിന്റെ കണക്കിൽ നിന്ന് മറഞ്ഞു പോവില്ല. തെറ്റൊരിക്കലും അള്ളാഹു മറക്കൂല, തെറ്റൊരിക്കലും അള്ളാഹു മറക്കുകയില്ല. തെറ്റു മറന്നു പോവില്ല. ഒരു നന്മയും ഇല്ലാതെയായി പോവുകയുമില്ല. ചെയ്തു പോയ നന്മകളൊക്കെ അള്ളാഹു രേഖപ്പെടുത്തുന്നു, ചെയ്തു പോയ തെറ്റുകളൊക്കെ കൃത്യമായ അല്ലാഹുവിന്റെ കൃത്യമായ രേഖയിൽ എഴുതി വെക്കപ്പെട്ടിട്ട് നമ്മൾ മറക്കും, അള്ളാഹു മറക്കൂല. അള്ളാഹു ഉറങ്ങുന്നവനല്ല. നിങ്ങൾ ചെയ്ത തെറ്റ് മറക്കൂല, നിങ്ങൾ ചെയ്ത നന്മകൾ മായ്ക്കപ്പെടുകയുമില്ല. നന്മക്ക് നന്മയും തെറ്റിന് തെറ്റുമുണ്ട്. അല്ലാഹുവിനോട് തൗബ ചെയ്തേക്കണം. അല്ലാഹു നിങ്ങളെ നാണം കെടുത്തുന്നില്ല. എന്തുകൊണ്ട് നാണം കെടുത്തുന്നില്ല? പശ്ചാത്തപിച്ചു മടങ്ങണം എന്ന് പറയാൻ അല്ലാഹു നമ്മളോട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ പറഞ്ഞു. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, പടച്ചവനെ പുറത്തു തരണമേ, അസ്തഗ്ഫിറുല്ലാഹ് ഗുഫ്റാനക യാ റബ്ബ് ഒക്കെ പറയണം. സയ്യിദുൽ ഇസ്തിഗ്ഫാറുണ്ട്, പാപമോചനം ചോദിക്കുന്നതിന്റെ നേതാവായ ഒരു ദുആയുണ്ട്. ആ ദുആ ആരെങ്കിലും രാവിലെ സൂര്യോദയത്തിന് ശേഷം ഫജ്റിന്റെ ശേഷമെങ്കിലും ദുആ ചെയ്താൽ മഗ്രിബിന്റെ മുമ്പ് മരിച്ചാൽ അവർക്ക് സ്വർഗ്ഗം ഉറപ്പാണെന്ന് മുത്ത് റസൂലുള്ളാഹ്. മഗ്രിബിന്റെ ശേഷം ആ ദുആ ചൊല്ലിയാൽ, സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ ഫജ്റിന്റെ മുമ്പ് മരിച്ചാൽ അവർക്ക് സ്വർഗ്ഗം ഉറപ്പാണ്. മൻ ഖാലഹാ മൂഖിനൻ ബിഹാ ദഖലൽ ജന്നഹ്, മനസ്സുറപ്പിച്ചു പറഞ്ഞാൽ സ്വർഗ്ഗം കിട്ടും. എന്തിന്? ഇസ്തിഗ്ഫാറിന്റെ ഒരു നേതാവ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അറിഞ്ഞിട്ടുണ്ടാവും. അത് ഇന്ന് ചൊല്ലിയവരുണ്ടെങ്കിൽ കൈവക്കിയാട്ടെ. അൽഹംദുലില്ലാഹ് 3 4 5 6 8 10 ആളുണ്ട്. അല്ലാഹു ഖൈർ ചെയ്യട്ടെ. ഇത് ദുആയിന് ഉത്തരം കിട്ടുന്ന സദസ്സായിരിക്കും ഇൻഷാ അല്ലാഹ്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലണം. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു الذുനൂബ ഇല്ലാ അൻത. ഇതാണ് ദുആ. തോക്കസ്താദ് വരുന്നുണ്ടല്ലേ ഇൻഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട തോക്കസ്താദ് ഈ സദസ്സിലേക്ക് ദുആയിന് എത്തും ഇൻഷാ അല്ലാഹ്. നമ്മുടെ പരിപാടിക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഈ നോമ്പ് നോറ്റ സമയത്ത് വല്ല സ്വതക്കും ചെയ്യാൻ പറ്റുമെങ്കിൽ നന്നായിട്ട് ചെയ്തോളൂ ഇൻഷാ അല്ലാഹ്. അത്ര പറഞ്ഞാൽ പോരെ? നിങ്ങൾ കൊടുക്കൂലേ? അല്ല, ഇനിയിപ്പോ സ്വതത്തിനെ പറ്റി അരമണിക്കൂർ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ നല്ല മനുഷ്യന്മാരാണല്ലോ അല്ലേ? എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഗ്രാമാന്തരീക്ഷം. ഇന്നലെ വന്നത് എന്തോ ഒരു റാഹത്ത്, ഒരു നല്ല വർക്ക്. പിന്നെ അതുമല്ല, ഇവിടുത്തെ പള്ളിയിലൊക്കെ പ്രായമുള്ള കുറെ, മുഖത്തിന് പ്രകാശമുള്ള കുറെ കാരണവന്മാരുണ്ട് ഇവിടുത്തെ പള്ളിയിലൊക്കെ. അതൊക്കെ വലിയ ഖൈറാണ്. ഇതിനൊക്കെ അള്ളാഹുവിന്റെ പൊരുത്തുള്ള നാടാന്ന് തോന്നുന്നുണ്ട്. അള്ളാഹുവിടെ റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹുവിന്റെ ബർക്കത്തോടെ ഉണ്ടാവട്ടെ. ആമീൻ. ചെറുപ്പക്കാരും കൂടെ നന്നായി ഉഷാറായി പോയി. ചെറുപ്പക്കാരുണ്ട് അൽഹംദുലില്ലാഹ്. പക്ഷെ നല്ല കാരണവന്മാർ അവ്വൽ സ്വഫ് തന്നെ നല്ല മുഖത്ത് ഈമാനും പ്രകാശമൊക്കെ ഉള്ള ആൾക്കാർ ഈ നാട്ടിൽ ഒരുപാട് കണ്ടു. അള്ളാഹു ഈ നന്മ ഖിയാമ വരെ നമ്മുടെ നാട്ടിൽ നിലനിർത്തി തരട്ടെ. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യാ? പറ്റുന്നവരൊക്കെ കൊടുക്കണം. ചില്ലറ സ്വീകരിക്കുന്നതല്ല. കണ്ണോട്ടന്മാർ വരെ സ്വീകരിക്കൂല ചില്ലറ. പിന്നെ എങ്ങനെ ബക്കറ്റിൽ ഇതിലിപ്പോ ചില്ലറ വീണ് നടക്കണ്ടല്ലോ ഉസ്താദേ. അപ്പോ അതില്ലാത്തവർ കൊടുക്കണ്ട. നിങ്ങൾക്ക് കൊടുത്തതിന്റെ കൂലി അള്ളാഹു തരട്ടെ ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളെ ഖബർക്ക് ചെയ്യുന്ന ഡെപ്പോസിറ്റ് എനിക്കല്ല, ഉസ്താദിനും ആർക്കും അല്ല. നിങ്ങളെ ഖബറിലേക്ക് കിട്ടാനുള്ള ഡെപ്പോസിറ്റ്. അതിനനുസരിച്ച് നിയ്യത്ത് ചെയ്ത് കൊടുത്തോളേ. അള്ളാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, നീ എന്റെ ഉടമസ്ഥനാണ്. ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ രക്ഷിതാവില്ലല്ലോ. ഖലഖതനി, നീയാണ് എന്നെ പടച്ചത്. വഅന അബ്ദുക, ഞാൻ നിന്റെ അടിമയാണ്. നീയാണ് എന്നെ പടച്ചത്. മനുഷ്യൻ പറയും ഞാൻ ഉണ്ടാക്കിയത് കാറൊക്കെ ശരി, നിന്നുണ്ടാക്കിയതോ നീയാണോ? അല്ലല്ലോ. അതാരാ? സൃഷ്ടാവാണ്, അല്ലാഹുവാണ്.
ഖലഖ്തനീ വഅന അബ്ദുക, നീയാണ് എന്നെ പടച്ചത്, ഞാൻ നിന്റെ അടിമയാണ്. വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു, നിനക്ക് പരമാവധി നീ പറഞ്ഞ പോലെ ജീവിക്കാൻ ഞാൻ ഒരുക്കമാണ്. അല്ലാഹ് ഇത്തഖുല്ലാഹ മസ്തതഅതു, കഴിവിന്റെ പരമാവധി അല്ലാഹുവിനെ സൂക്ഷിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നീ പറഞ്ഞ പോലെ ഞാൻ ജീവിക്കും റബ്ബേ. എന്റെ നാവ്, എന്റെ കണ്ണ്, എന്റെ ശരീരം, എന്റെ മനസ്സൊക്കെ ഞാൻ സൂക്ഷിക്കും പടച്ചവനെ. അഊദു ബിക മിൻ ശർരി മാ സനഅത, ഞാൻ ചെയ്തു പോയ തെറ്റുകളെ കൊണ്ട് വരാൻ പോകുന്ന വിപത്തുകൾക്കൊക്കെ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു റബ്ബേ. തെറ്റ് ചെയ്തിട്ടുണ്ട്, നീ മാപ്പ് തരണം. അബൂഉ ലക ബിനിഅമതിക അലയ്യ, പടച്ചവനെ നീ ചെയ്തു തന്ന നിഅമത്തുകൾ ഞാൻ സമ്മതിക്കുന്നു. അല്ലാഹ് അബൂഉ യാനി ഉഖിറു, ഞാൻ സമ്മതിക്കുന്നു പടച്ചവനെ, നീ എനിക്ക് ഒരുപാട് നിഅമത്ത് ചെയ്തവനാണ്. വഅബൂഉ ബിദംബി, എന്റെ തെറ്റുകളും ഞാൻ സമ്മതിക്കുകയാണ്. അല്ലാഹ് മാപ്പ് തരണം. ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, തെറ്റുകൾ നീയല്ലാതെ മറ്റാരും പുറത്തു തരില്ലല്ലോ പടച്ചവനെ, നീ എനിക്ക് മാപ്പ് തരയണമേ എന്ന് മനസ്സറിഞ്ഞ് ഒരു പ്രാവശ്യം ഫജ്റിന് ശേഷം പറഞ്ഞാൽ അസ്തമിക്കുന്നതിന് മുമ്പ് മരിച്ചാൽ സ്വർഗം ഉറപ്പാണെന്നും, മഗ്രിബിന്റെ ശേഷം പറഞ്ഞാൽ സുബ്ഹിന്റെ മുമ്പ് മരിച്ചാൽ സ്വർഗം ഉറപ്പാണെന്നും മുത്ത് റസൂലുള്ളാഹ്. റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന മൊബൈൽ ഉണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്ത് വാൻ പഠിച്ചോളി. ഓർമ്മയുള്ളവർ ഓർമ്മിച്ചെടുക്കുക, അല്ലാത്തൊരു എഴുതിയെടുക്കുക. ഞാൻ ഒന്നുകൂടെ പറയാം. സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്നതിന്റെ പേര്. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. വിഷയത്തിലേക്ക് വരാം. ഈ പാപമോചനം ചോദിക്കുന്ന വാക്കുകൾ ചൊല്ലേണ്ടത് തെറ്റ് ചെയ്തവരെ മാത്രമാണോ? ആണോ? അല്ല. എന്തുകൊണ്ട്? ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ ഫീ കുല്ലി യൗമിൻ 70 മറ, വേറെ റിവായത്തിൽ 100 മറ. മുത്തുനബി പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിനോട് ഒരു ദിവസം 70 തവണയും 100 തവണയും ഒക്കെ ഞാൻ ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ടെന്ന് മഅസൂമായ പാപങ്ങളിൽ നിന്ന് സുരക്ഷിതരായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതെങ്കിലും ഒരുത്തൻ അസ്തഗ്ഫിറുല്ലാഹ്, എനിക്ക് പുറത്തു തരണേ പടച്ചവനെ എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണ വരൂല. അതതിന്റെ പ്രത്യേകത. തെറ്റ് ചെയ്തോലൊക്കെ ഇത് പറയണമെന്ന് പറഞ്ഞ് ഏതെങ്കിലും മൂലക്കിരുന്ന് ഒരു സാധു ചൊല്ലുകയാണെങ്കിൽ നമ്മൾ അപ്പൊ വാട്സപ്പിട്ട് വിടും, കണ്ടോ കാര്യമായൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്, അതാണ് ആ പറയണത്, പിടിച്ചോളി വീഡിയോ ശബ്ദം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയണത് കേട്ടോ, അക്കണക്കിന് ഗുരുതരമായൊരു തെറ്റ് ചെയ്യാതെ ഇത് പറയില്ലല്ലോ എന്ന് പറയും. തെറ്റ് ചെയ്തവരാണ് ഇസ്തിഗ്ഫാർ പറയേണ്ടതെങ്കിൽ തെറ്റ് ചെയ്യാത്ത മുത്തുനബിയാ പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അള്ളാഹു നമുക്ക് തന്ന വലിയൊരു റഹ്മത്തല്ലേ. ഒരു മനുഷ്യൻ, നമ്മുടെ ഇസ്സത്ത് അള്ളാഹു കാത്തു തന്നില്ലേ, നമ്മുടെ അഭിമാനം അള്ളാഹു കാത്തു തന്നില്ലേ, ആരും തെറ്റിദ്ധരിക്കുകയില്ല. ഇസ്തിഗ്ഫാർ ചെയ്ത് മനസ്സിന്റെ ഉള്ളിൽ പാപമോചനം ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇതൊരു സുവർണാവസരമാണ്, നഷ്ടപ്പെടുത്തിക്കളയല്ലേ. സുവർണാവസരങ്ങൾ നഷ്ടപ്പെടുത്തിക്കളഞ്ഞ ആളുകളുണ്ട്. ഖൈബർ യുദ്ധം നടക്കുന്ന സമയം മുസ്ലിമീങ്ങൾക്കെതിരെ മക്കായിലെ മുശ്രിക്കുകളും മദീനയിലെ ക്രിസ്ത്യാനികളും ജൂതന്മാരും റോമക്കാരുടെ സഹായവും കൂടെയായിട്ട് മദീന ആക്രമിക്കാൻ വന്ന സമയത്ത് 3 ഭാഗത്തും മലകളുള്ള മദീനയെ, തുറസ്സായി കിടക്കുന്ന മദീനയുടെ പ്ലെയിൻ തുറസ്സായ ഭാഗത്ത് കിടങ്ങു കുടിച്ച് നബിതങ്ങളുടെ സ്വഹാബി സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശപ്രകാരം കിടങ്ങു കുടിച്ച ആ യുദ്ധം ദി ബാറ്റിൽ ഓഫ് ട്രെഞ്ച് എന്ന് പറയും. ഗസ്വത്തുൽ ഖന്ദഖ്, ഖന്ദഖ് യുദ്ധം, അഹ്സാബിന്റെ യുദ്ധം എന്നൊക്കെ അറിയപ്പെടുന്ന ഗസ്വത്തുൽ ഖന്ദഖ്. കിടങ്ങു കുഴിച്ചിരിക്കുകയാണ്. നബിയും അസ്ഹാബും കിടങ്ങു കുഴിച്ച് ആരൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് വീക്ഷിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു വാളെടുത്ത് തയ്യാറായി നിൽക്കുന്നുണ്ട്. നബി തങ്ങൾ വിചാരിച്ചു മദീനയിലെ ബനൂ ഖുറൈള ഗോത്രക്കാർ, അവര് വഞ്ചിക്കൂല, അവര് ജൂതന്മാരാണ്, അവര് നബിയും തമ്മിൽ ഒരു ഉടമ്പടിയുണ്ട്, മുസ്ലിമീങ്ങൾക്ക് എതിരെ ശത്രുക്കളെ സഹായിക്കാൻ പാടില്ല. ജൂതന്മാര് ഖവന, വല്ലാതെ വഞ്ചിക്കുന്നവരാ, വാക്ക് മാറിപ്പോകും, പെട്ടെന്ന് വാക്ക് മാറും. നബിതങ്ങളും സ്വഹാബത്തും
പരാജിതരാകും എന്ന ഒരു തോന്നൽ ജൂതന്മാരുടെ മനസ്സിലിങ്ങനെ വന്നു തുടങ്ങി. ആയിരക്കണക്കിന് ആളുകളാണ് മദീനയെ ആക്രമിക്കാൻ വരുന്നത്. അൽ മദീനത്തു തൻഫീ ഖബസഹാ കമാ തൻഫിൽ കീറു ഖബസൽ ഹദീദ്. ഒരു ഇരുമ്പിന്റെ തുരുമ്പുകളെ ഉലയിൽ നിന്ന് തുടച്ചുമാറ്റി ഇരുമ്പ് വൃത്തിയാക്കുന്ന പോലെ മദീനയിലേക്ക് മോശപ്പെട്ടത് വരാതെ മദീനയെ അല്ലാഹു സംരക്ഷിക്കുമെന്ന് മുത്ത് റസൂലുള്ളാഹി. മുസ്ലിമീങ്ങളുടെ പെണ്ണുങ്ങളും കുട്ടികളും ഒക്കെ മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ പേരിലുള്ള ഒരു കോട്ടക്കുള്ളിലാണ്. ജൂതന്മാർ മുസ്ലിമീങ്ങൾക്കെതിരെ പ്രവർത്തിക്കില്ല എന്ന് നബിയും സ്വഹാബത്തും വിചാരിച്ചു. കിടങ്ങിനപ്പുറത്ത് യുദ്ധം ചെയ്യാൻ വന്നത് ജൂതന്മാരാണ്. അവരെ കണ്ടപ്പോൾ ബാക്കിലുള്ള ജൂതന്മാർക്ക് ആവേശം തുടങ്ങി. അവരെന്ത് ചെയ്തു? മുസ്ലിമീങ്ങൾ താമസിക്കുന്ന മുസ്ലിം പെണ്ണുങ്ങളും സ്വഹാബിമാരുടെ ഭാര്യമാർ, അള്ളാഹുവിന്റെ ഹബീബിന്റെ അസ്വാജ് പോലും നബിയുടെ ഭാര്യമാർ പോലും ആ ക്യാമ്പസിലുണ്ട്. അങ്ങോട്ട് ജൂതന്മാർ ഇരച്ചു കയറാൻ തുടങ്ങി. ആഹുവിന്റെ റസൂലിനത് സഹിക്കാൻ പറ്റുമോ? വാക്കുകൾ പാലിക്കാതിരിക്കുന്നത്, വഞ്ചന ചെയ്യുന്നത് നിബിധങ്ങൾ പൊറുക്കൂല. കാരണം ബ്രീച്ചിങ് അത് ഗുരുതരമായ തെറ്റാണ്. വാക്ക് പാലിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ. അഹ്സാബ് യുദ്ധം അല്ലാഹു മുസ്ലിമീങ്ങൾക്ക് വിജയം കൊടുത്തു. കൊടുങ്കാറ്റടിച്ചു വീശി ശത്രുക്കൾ ക്യാമ്പ് ചെയ്തു. ആഴ്ചകളോളം അവരുടെ ടെന്റുകൾ മുഴുവനും കാറ്റിൽ പാറിപ്പോയി പേടിച്ച് പനി പിടിച്ച് ഓടി രക്ഷപ്പെട്ടു. ഇനി മദീനയിലെ ബനൂ ഖുറൈളക്കാർക്ക് വേണ്ടി ആക്ഷൻ എടുക്കണം. അവർ നബിയെ വഞ്ചിച്ചവരാണ്. അവിടുത്തെ ഭാര്യമാരും മുസ്ലിമീങ്ങളുടെ ഭാര്യമാരും കുട്ടികളും അടങ്ങുന്ന ആ ഒരു സംഘത്തെ പേടിപ്പിച്ചവരാണ്. അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നവരാണ്. നിരപരാധികളായ നിരാലംബരായ പെണ്ണുങ്ങളെയും കുട്ടികളെയും ആക്രമിക്കാൻ വന്നവര്. ആ ജൂതന്മാരെ വിട്ടുകൂടായെന്ന് നിബിധങ്ങൾക്കുമുണ്ട്. ജൂതന്മാരെ മദീനയിൽ നാടുകടത്തിയിട്ടുണ്ട്. ഇജ്ലാഉ ബനീ നളീർ എന്ന് പറയുന്ന സംഭവം. ജൂതന്മാരെ ഖൈബറിലേക്ക് നാടുകടത്തി റസൂലുള്ളാഹി. അവർക്ക് ഇതിന് പ്രതികാരം ചെയ്തു കൊടുക്കണം. അവർക്ക് പാഠം പഠിപ്പിക്കണം. അച്ചടക്കം, ഡിസിപ്ലിൻ പഠിപ്പിച്ചു കൊടുക്കണം. നബിതങ്ങളും സ്വഹാബികളും ജൂതന്മാരുടെ കോട്ടകൾ വളഞ്ഞിരിക്കുന്നു. ആഴ്ചകളായിട്ടുണ്ട്. അവർക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ആ സമയത്ത് ജൂതന്മാർ നബിയോടൊരു വാക്ക് പറഞ്ഞു. മുഹമ്മദ് നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ തീരുമാനം ഞങ്ങൾ സ്വീകരിക്കൂല. അവർ പറഞ്ഞ വാക്കുകളാണ്. നബി തങ്ങളോട് ഉണ്ടായിരിക്കെ നിങ്ങളുടെ തീരുമാനങ്ങൾ സ്വീകരിക്കൂല. പക്ഷേ സഅദ് ഇബ്നു മുആദ് എന്ന് പറയുന്ന ഔസ് ഗോത്രത്തിന്റെ നേതാവ് സഅദ് ഇബ്നു മുആദ് എന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് ഒരുക്കമാണ്. കാരണം ഈ ബനൂ ഖുറൈളക്കാരും സഅദ് റളിയല്ലാഹുവിന്റെ കുടുംബമായ ഔസുകാരും ജാഹിലിയ്യത്തിൽ ബന്ധമുള്ളവരാണ്. അപ്പൊ അവര് വിചാരിച്ചു സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു മുസ്ലിമാണ്, ഇവർക്ക് അനുകൂലമായ ഒരു ആക്ഷൻ എടുക്കുമെന്ന് വിചാരിച്ചിട്ട് എന്ത് പറഞ്ഞു? സഅദ് തങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ തീരുമാനം ഉറപ്പാണ്. ഉറപ്പാണോ? ഉറപ്പാണ്. മനുഷ്യന്മാർ പല കോലത്തിലാണ്. ഉറപ്പെന്നൊക്കെ പറഞ്ഞ അവസാനത്ത് നമുക്ക് എതിരാന്ന് കണ്ട എണീറ്റ് കൂടുന്നുണ്ട്. അതവിടെ സംഭവിക്കാൻ പോകുന്നത്. സഅദ് റളിയല്ലാഹു അൻഹു രോഗബാധിതരായി കിടക്കുകയാണ്. എഴുന്നേൽക്കാൻ പോലും വയ്യ. ഒരു സ്ട്രെച്ചർ കൊടുത്തയച്ചു നബി തങ്ങള്. കിടത്തിക്കൊണ്ടുവന്ന് ഒട്ടകപ്പുറത്ത്, അന്നത്തെ ആംബുലൻസ് അതല്ലേ, ഒട്ടകപ്പുറത്ത് കിടത്തിക്കൊണ്ടുവരെയാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെ. അവര് ചോദിച്ചു, ആകാശലോകത്ത് നിന്ന് വഹി വരുന്ന മുത്ത് റസൂൽ ജീവിച്ചിരിക്കെ ഈ സഅദ് എന്തെങ്കിലും തീരുമാനം പറയുന്നത് ശരിയാണോ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് സഅദിന്റെ തീരുമാനം എനിക്കും ശരിയാണ്, എനിക്കും ഓക്കെയാണ്. സഅദ് വന്നോട്ടെ, സഅദ് തന്നെ പറഞ്ഞോട്ടെ. ജൂതന്മാര് സഅദ് തങ്ങൾ പറഞ്ഞു കേൾക്കുമെങ്കിൽ ആയിക്കോട്ടെ. തങ്ങൾ പറഞ്ഞു ഞങ്ങളും ഒരുക്കമാണ്, തീരുമാനമാവട്ടെ. സഅദ് റളിയല്ലാഹു അൻഹു ഒട്ടകപ്പുറത്തുനിന്ന് വന്നപ്പോഴേക്കും നബി തങ്ങൾ പറഞ്ഞു, ഖൂമു ഇലാ സയ്യിദിക്കും, അൻസാരികളോട് എഴുന്നേൽക്കണം, നിങ്ങളുടെ നേതാവാ വന്നിരിക്കുന്നത്, നേതാവിന് വേണ്ടി എഴുന്നേൽക്കണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നേതാവിന് വേണ്ടി അതിന് കുഴപ്പമൊന്നുമില്ല. നേതാവിന്റെ കൽബിൽ തോന്നാൻ പാടില്ല ഞാൻ എഴുന്നേൽക്കാനൊക്കെ പറ്റിയ ആളാണ്. അതാ വിഷയം. ഒരു നേതാവ് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. വലിയൊരു സദസ്സിൽ വന്നപ്പോ എന്റെ കുറച്ച് ആൾക്കാർ ഞാൻ വന്നപ്പോ എഴുന്നേൽക്കാതിരുന്നത്. അസ്തഗ്ഫിറുല്ലാഹ് അൽ-അലീം. അങ്ങനത്തെ നേതാക്കന്മാര് പറ്റൂല. ഇവിടെ അല്ല, ദുബൈയില്. ഖൂമു ഇലാ സയ്യിദിക്കും, നിങ്ങളുടെ നേതാവിന് വേണ്ടി എഴുന്നേറ്റോളൂ. ആര് പറഞ്ഞു? മുത്ത് റസൂലുള്ളാഹ്. സ്വഹാബികൾ എഴുന്നേറ്റു. സഅദ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഈ ജൂതന്മാർ അങ്ങയെ വഞ്ചിച്ചവരാണ്, അങ്ങയുടെ ഭാര്യമാരെ പേടിപ്പിച്ചവരാണ്, അങ്ങയുടെ ഉമ്മത്തികളിലെ സ്വഹാബിമാരുടെ പെൺകുട്ടികളെയും ഭാര്യമാരെയും പേടിപ്പിച്ചവരാണ്. അവർക്കെതിൽ തീരുമാനം ഞാൻ പറയണോ? അല്ലാഹു പറഞ്ഞാ പോലെ? അല്ല, സഅദ് നിങ്ങൾ പറഞ്ഞോളൂ. സഅദ് തങ്ങൾ എഴുന്നേറ്റ് നിന്നു. സഅദ് തങ്ങൾ എഴുന്നേറ്റ് നിന്നു. സഅദ് തങ്ങൾ പറഞ്ഞു,
ഞാൻ പറഞ്ഞ തീരുമാനം ഓക്കെയാണോ? ആ ഓക്കെയാണ്. എന്ത് പറഞ്ഞാലും ഞാനൊരു വിധി പറയും ഇവിടെ, പിന്നെ പിന്നോട്ട് ഓടാൻ പറ്റില്ല. ആയിക്കോട്ടെ, നിബിതങ്ങളോടും സ്വഹാബികളോടും ഇത് നിങ്ങൾക്കും ഓക്കെയാണോ എന്ന് ചോദിക്കാൻ അദബ് കൊണ്ട് സാധിച്ചില്ല. അവര് പറഞ്ഞു വഅലാ ഹാഹുന, ഇവിടെ ഇരിക്കുന്നവർക്കും ഓക്കെയാണല്ലോ. തങ്ങൾ പറഞ്ഞു നഅം, ഞങ്ങൾക്കും ഓക്കെയാണ്. അതിന്റെ മുമ്പ് ജൂതന്മാരുടെ നേതാവ് കഅബ് ഇബ്നു അസദ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ജൂതന്മാരെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. 3 ഓപ്ഷനാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ റസൂലിനെ കൊണ്ട് വിശ്വസിച്ചോളി, നമുക്കറിയുന്ന ആളല്ലേ, ഈ നബി വരുമെന്ന് നമ്മൾ എത്ര കാലം കേട്ടതാണ്, ഈ നബിയുടെ അടയാളങ്ങൾ നമ്മൾ കേട്ടതല്ലേ, ഈ നബിയുടെ സ്വഭാവം നമ്മൾ പഠിച്ചതല്ലേ, എന്നിട്ട് വന്നിട്ട് എന്താ നമ്മൾ മുസ്ലിം ആവാത്തത്? തൗറാത്ത് ഒഴിവാക്കിയിട്ടുള്ള ഒരു കളിയില്ല. എത്ര സത്യം മനസ്സിലായ മനുഷ്യന്മാരുണ്ട്. എന്റെ സംഘടന വിടാൻ പറ്റൂലല്ലോ, നമ്മൾ സിന്ദാബാദ് വരെ വിളിച്ചു പോയതാണല്ലോ. നിങ്ങൾക്കറിയുമായിരുന്നില്ലേ അള്ളാഹുവിന്റെ റസൂൽ ആരാണെന്ന്? ഹബീബായ നബി തങ്ങളുടെ സ്വഭാവം എന്താണെന്നും അറിയുമല്ലോ. അതുകൊണ്ട് നിങ്ങൾ മുസ്ലിമായിക്കോളൂ. നുഅ്മിനു ബിഹാദൻ നബി, ഈ നബിയിൽ വിശ്വസിക്കുകയാണ് നല്ലത്. മനസ്സിന് നല്ല തൗഫീഖുള്ളവർക്ക് അതിന് കഴിയുള്ളൂ. തോന്നിവാസവും മണ്ടത്തരവും പൊള്ളത്തരവും ഒക്കെ കണ്ടിട്ടും അൽഹംദുലില്ലാഹ് കുഴപ്പമൊന്നുമില്ല, ശരിയാന്നൊക്കെ, അതൊക്കെ ഭയങ്കര ഭീരുത്വമാണ്. കഅബ് റളിയല്ലാഹു അൻഹു, കഅബ് ഇബ്നു അസദ് മുസ്ലിമായിട്ടില്ല റളിയല്ലാഹു അൻഹു അല്ല, കഅബ് ഇബ്നു അസദ് ജൂതന്മാരുടെ നേതാവാണ്. അയാൾ പറഞ്ഞു നിങ്ങൾ മുസ്ലിമായിക്കൂടെ? പറഞ്ഞു ലാ നത്റുകു ഹുക്മ തൗറാത്തിന്റെ വിധി നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. എന്നാ രണ്ടാമത്തെ ഓപ്ഷൻ നമ്പർ 2 എന്താന്ന് ചോദിച്ചു. യൂതന്മാരൊക്കെ കോട്ടയിൽ ഇരുന്നിട്ട് കേൾക്കേണ്ടത്. ഈ രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങളോടുള്ളത്, നിങ്ങളുടെ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ആദ്യം കൊല്ലി. അവരെ പേടിച്ചിട്ടാണ് നമ്മൾ യുദ്ധത്തിന് പോവാത്തത്. റബ്ബേ, ഞങ്ങൾ മരിച്ചാൽ ഞങ്ങളുടെ പെൺകുട്ടികളും കുട്ടികളും ആരാ നോക്കുക? ഞങ്ങളുടെ പെണ്ണുങ്ങളൊക്കെ അബലകളും അനാഥരുമായി പോകുമല്ലോ. അതിനാദ്യം പെൺകുട്ടികളും കുട്ടികളൊക്കെ കൊന്നക്കി, എന്നിട്ട് യുദ്ധത്തിന് പോവാന്നുള്ളത്. കുറച്ച് ധൈര്യവാന്മാരായിട്ട് പോവല്ലേ. പെണ്ണുങ്ങളും കുട്ടികളൊക്കെ കൊന്നതിന് ശേഷം ജീവിതത്തിൽ എന്ത് ഖൈറാണ്? കഅബ് ഇബ്നു അസദ് പറഞ്ഞു കുഴപ്പമില്ല, ഓല് മരിച്ചിട്ട് നമ്മൾ മരിക്കുകയാണെങ്കിൽ പേടിക്കാനില്ല, ഓല് മരിച്ചിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ യുദ്ധത്തിൽ രക്ഷപ്പെട്ട് ജീവൻ കിട്ടിയാൽ വേറെയും പെണ്ണുങ്ങളുണ്ടല്ലോ കല്യാണം കഴിക്കാൻ, അവരെ കഴിക്കാമല്ലോ. പറ്റുമോന്ന് ചോദിച്ചു. ഇല്ല, അത് പറ്റൂല എന്ന് പറഞ്ഞു. എന്നാ പിന്നെ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ കഅബ് ഇബ്നു അസദയുടെ മുമ്പിലേക്ക് വെക്കാൻ പോകുന്നത്, രണ്ടും കൽപ്പിച്ച് യുദ്ധത്തിലേക്ക് ഇറങ്ങ. ഇത് ശനിയാഴ്ച ദിവസമാണ്. മുഹമ്മദ് നബി തങ്ങളും അനുയായികളും നമ്മെ സംബന്ധിച്ച് അശ്രദ്ധയിലായിരിക്കും. നമുക്ക് വെള്ളിയാഴ്ച പോലെ ജൂതന്മാർക്ക് ശനിയാഴ്ച. അപ്പോ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, മെല്ലെ പോയിട്ട് മുഹമ്മദ് നബിയെയും അനുയായികളെയും വധിച്ചു കളയാം. അവരോട് പറഞ്ഞു, ഇതൊരു ഗൗരവമുള്ള വാക്കാണ്. അന്ന് നമ്മുടെ വല്യാപ്പാര് മീൻ പിടിക്കാൻ പോയിട്ടുണ്ട്, ശനിയാഴ്ച പാടില്ല എന്നല്ല പറഞ്ഞിട്ട് പോലെ മുഴുവൻ അള്ള കുരങ്ങുകളാക്കി മാറ്റിയിട്ടുണ്ട്. നമ്മൾ 4 കാലം നടക്കേണ്ടി വന്നാലോ പേടിണ്ട്. അപ്പൊ അവർക്ക് അള്ളാഹിനെ പറ്റി വിശ്വാസമുണ്ട്, അതതിന്റെ അത്ഭുതം. അപ്പൊ ശനിയാഴ്ച ഇന്നത് പറ്റൂല എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോഴാണ് കഅബ് ഇബ്നു അസദ് പറഞ്ഞത്, ഫവല്ലാഹ്, പടച്ചവനെ തന്നെയാണ് സത്യം, മാ ബാത റജുലുൻ മിൻകും മുൻദു വലദതുഹു ഉമ്മുഹു ഹാസിമാ, ഉമ്മ പ്രസവിച്ചതിന്റെ ശേഷം നിങ്ങൾ ഒരു ആൺകുട്ടി പോലും ധൈര്യമുള്ളവനായിട്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾക്ക് നിന്യമായി മരിക്കാനായിരിക്കും യോഗമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി കഅബ് ഇബ്നു അസദ് സദസ്സിൽ നിന്ന്. ആ സംഭവത്തിലാണ് തീരുമാനം പറയാൻ ആര് വന്നിരിക്കുന്നത്? അൻസ്വാരിയും സ്വഹാബിയുമായ ഔസുകാരുടെ നേതാവായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു തീരുമാനം പറയാൻ വേണ്ടി പോവാണ്. സഅദ് റളിയല്ലാഹു അൻഹു, സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ തീരുമാനം പറഞ്ഞു, ലഖദ് ഫഇന്നി അഹ്കുമു ഫീകും അൻ യുഖ്തലൽ മുഖാതില. വിധിയാണ്, ജഡ്ജിന്റെ വിധിയാണ്. فإني أحكم فيكم أن يقتل المقاتل وتصبى النساء والذرية وتقسم أموالهم. വിധി പറഞ്ഞു, ഈ ജൂതന്മാരിൽ ആരൊക്കെയാണോ തിരുനബിയോട് യുദ്ധം ചെയ്യാൻ വന്നത് അവര് കൊല്ലപ്പെടണം. കാരണം അവർ വഞ്ചിച്ചവരാണ്. യുദ്ധം ചെയ്യാൻ പാടില്ലെന്നും മുസ്ലിമീങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുമെന്നും അവർ തമ്മിൽ കരാറുണ്ട്. അങ്ങനെയാണ് മദീനക്കാർ അവരെ തന്നെ മദീനയിൽ താമസിപ്പിച്ചത്. ഇതൊക്കെ മാറ്റിമറിച്ച്, ഇതൊക്കെ കാറ്റിൽ പറത്തിയാണ് നബിക്കെതിരെ പ്രവർത്തിച്ചത്. ഗൂഢപ്രവർത്തനം, ഗൂഢമായ പ്രവർത്തനം. ജൂതന്മാരുടെ ശൈലിയാണത്, ഗൂഢമായ പ്രവർത്തനങ്ങൾ, മിസ്റ്റീരിയസ് ആയിട്ട് വർക്ക് ചെയ്യുക.
ലഖദ് ഹകം ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു മുആദ് തങ്ങൾ പറഞ്ഞു ഫഇന്നി യഹ്കമു ഫീഹിം അൻ യുഖ്തലൽ മുഖാതില വഅൻ തുസ്ബൻ നിസാഉ വൽദുരിയ. പെണ്ണുങ്ങളെയും കുട്ടികളെയും ചെറുപ്പുള്ളികളായി പിടിക്കപ്പെടണം, ക്യാപ്റ്റീവ്സുകളായി പിടിക്കണം, അവരെ ബന്ദികളാക്കപ്പെടണം. വതുഖസമ അംവാലുഹും, ഇവരുടെ സമ്പത്ത് മുഴുവനും മുസ്ലിമീങ്ങൾക്ക് വീതിച്ചു കൊടുക്കണം. ആര് പറഞ്ഞു? സഅദ് റളിയല്ലാഹു അൻഹു. ഇത് അവർക്ക് വല്ലാത്തൊരു അവരൊരിക്കലും വിചാരിച്ചില്ല സഅദ് തങ്ങൾ ഇങ്ങനെ പറയുന്നു. അവരെന്നെ വിളിച്ചോണ്ട് വന്ന ആളാണ്. തീരുമാനം സഅദ് തങ്ങൾ പറഞ്ഞതായിക്കോട്ടെ ആണല്ലോ. ഇലക്ഷൻ നടത്താൻ നമുക്ക് തീരുമാനമൊക്കെ റെഡി എന്നൊക്കെ പറഞ്ഞ ഇലക്ഷൻ നടത്തി അത് പിന്നെ ജയിച്ചത് അങ്ങനെയാന്നൊക്കെ പറയുന്ന പോലെ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഒരു തീരുമാനം പറഞ്ഞപ്പോഴേക്കും സഅദ് തങ്ങളെ ചീത്ത പറയാൻ തുടങ്ങി. കൊണ്ടുവന്നവര് ചീത്ത പറയാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്. മനുഷ്യരുടെ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ മനസ്സിലാക്കണം. വല്ലാത്ത രസമാണ് മനുഷ്യന്മാരുടെ മൈൻഡുകൾ. സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ വിധി ഇതാ. പറഞ്ഞപ്പോ മുത്തുനബി പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ലഖദ് ഹകംത ഫീഹിം ബിഹുക്മിൽ മലികി മിൻ ഫൗഖി സബ്അതി ഔ മിൻ സബ്അതി അർഖഅ. 7 തട്ടുകൾക്ക് മീതെ 7 ആകാശങ്ങൾക്ക് മീതെ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവിന്റെ വിധിയാണല്ലോ സഅദ് തങ്ങളെ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. സർവ്വജൂതന്മാരെ ഇറക്കി കൊണ്ടുവന്നു, വധിക്കാൻ കൊണ്ടുപോവുകയാണ്. ആ കൂട്ടത്തിലുണ്ട് കണ്ണു കാണാത്തൊരു മനുഷ്യൻ. വയസ്സ് 70 കഴിഞ്ഞൊരു മനുഷ്യന് കണ്ണു കാണുന്നില്ല. കണ്ണു കാണാത്ത ഒരാളുണ്ട്. സുബൈർ ഇബ്നു ബാത്ത എന്നാണ് അയാളുടെ പേര്. സുബൈർ ഇബ്നു ബാത്ത ജൂതനാണ്. അയാള് കണ്ണു കാണാതെ ഒരു ദിവസം മദീനയിലൂടെ നടക്കുമ്പോ കൂട്ടുകാരൊക്കെ പറഞ്ഞു, സുബൈർ ഇബ്നു ബാത്ത, ആകാശത്തൊരു ചെമന്ന നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ചെമന്ന നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതെയോ? ഒരു നബി വരുമ്പോഴല്ലാതെ, അതും അമ്പിയാക്കളുടെ അവസാനത്തെ കണ്ണിയായി വരുന്ന ഒരു അന്ത്യപ്രവാചകൻ വരുമ്പോഴല്ലാതെ ഈ ചമന്ന നക്ഷത്രം ഉദിക്കുകയില്ലെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. ജൂതപണ്ഡിതനായ, കണ്ണു കാണൂല, പഠിച്ചിട്ടുണ്ട് ഇയാൾ പറയാൻ. ചമന്ന നക്ഷത്രം ഉദിച്ചു എന്ന് അത്ഭുതം പറഞ്ഞപ്പോ ഇതൊരു അന്ത്യപ്രവാചകന്റെ വരവാണ്. അഹ്മദ് എന്ന പേരുള്ള നബിയല്ലാതെ നമുക്കിനി ബാക്കി വേറെ ഇനി വരാനില്ലല്ലോ. ആ നബി ഹിജറ ചെയ്തു വരുന്ന നാട് നമ്മുടെ ഈ മദീനയുമാണല്ലോ. സുബൈർ ഇബ്നു ബാത്ത ജൂതനായി മരിച്ചു. നോക്കണം, റമളാൻ പോലെയുള്ള ഒരു അവസരം അല്ലാഹു നഷ്ടപ്പെടുത്തി കളയുന്നവരെ പോലെ ഇസ്ലാമിലേക്ക് വരാനുള്ള സുവർണാവസരം കയ്യിൽ കിട്ടിയിട്ട് നഷ്ടപ്പെടുത്തിയ ആളാണ് സുബൈർ ഇബ്നു ബാത്ത. ഈ ജൂതന്മാരെ പിടിച്ചപ്പോ അവരുടെ കൂടെ വധിക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോ കണ്ണു കാണാത്ത മനുഷ്യനാണ്, ശരിയാണ്. പക്ഷേ സഅദ് തങ്ങളുടെ തീരുമാനം നബി തങ്ങൾ നടപ്പാക്കുകയാണ്. സുബൈർ ഇബ്നു ബാത്തയെയും സംഘത്തെയും കൊണ്ടുപോകുമ്പോ ആ സംഘത്തെ മഹാനായ സാബിത്ത് ഇബ്നു ഖൈസ് ഇബ്നു ഷമ്മാസ് റളിയല്ലാഹു അൻഹു കണ്ടു. സ്വഹാബിയാണ് സാബിത്ത് എന്നവരെ. സാബിത്ത് ഇബ്നു ഖൈസ് ഇബ്നു ഷമ്മാസ് റളിയല്ലാഹു അൻഹു സുബൈർ ഇബ്നു ബാത്തയുമായി ജാഹിലിയ്യ കാലത്ത് ബന്ധമുണ്ട്. ഒരുപാട് സഹായിച്ച ആളാണ് ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ്. അപ്പോ സാബിത്ത് റളിയല്ലാഹു അൻഹു സുബൈർ ഇബ്നു ബാത്തയെ ചെന്നിട്ട് അയാൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം തിരിച്ചു ചെയ്യണമല്ലോ എന്നൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. നമ്മൾ സഹായിച്ച ഒരാൾക്ക് ഒരു വിഷമം വരുമ്പോ നമ്മൾ തിരിച്ചെന്തെങ്കിലും ഒന്ന് സഹായിക്കുക. സുബൈർ ഇബ്നു ബാത്തയുടെ അരികത്ത് ചെന്നിട്ട്, അതഅരിഫുനി, എന്നെ തിരിച്ചറിയുമോ, എന്നെ ഓർമ്മയുണ്ടോ? ഈ കണ്ണു കാണാത്തവർക്ക് ശബ്ദം പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവും. അല്ലാഹു കൊടുക്കുന്ന വലിയ അത്ഭുതമാണ്. അപ്പൊ കണ്ണു കാണാത്ത സുബൈർ ഇബ്നു ബാത്ത എന്ത് പറഞ്ഞു? എന്നെ പോലെയുള്ള ഒരാള്, നിങ്ങളെ പോലെയുള്ള ഒരാളെ മറക്കുമോ? അൻത സാബിത്ത് ഇബ്നു ഖൈസ് ഇബ്നു ഷമ്മാസ്, നിങ്ങൾ സാബിത്തല്ലേ? നഅം, അതെ. സുബൈർ ഇബ്നു ബാത്ത, നിങ്ങൾ വധിക്കപ്പെടാൻ പോവുകയാണ്. നബിതങ്ങളുടെ തീരുമാനം, സഅദ് തങ്ങളുടെ തീരുമാനം നടപ്പാക്കപ്പെടാൻ പോകുന്നു. ഞാനൊരു ഉപകാരം ചെയ്യട്ടെ. എന്തുപകാരം? നിങ്ങളുടെ ജീവൻ വേണമെങ്കിൽ ഞാൻ രക്ഷപ്പെടുത്തി തരാം, ഞാൻ നിങ്ങൾക്ക് ശുപാർശ ചെയ്യാം, വേണമെങ്കിൽ ചെയ്തോ. സാബിത്ത് റളിയല്ലാഹു അൻഹു തന്റെ ശത്രുവായ
ശത്രു സമൂഹത്തിൽപ്പെട്ട കണ്ണു കാണാത്ത ഒരു മനുഷ്യനോട് നന്മ ചെയ്യാൻ പോകുന്നുണ്ട്. എപ്പോൾ ചെയ്ത നന്മക്ക് പകരമാണിത്. ഇസ്ലാം വരുന്നതിന്റെ മുമ്പ് മദീനയിൽ ജീവിച്ചപ്പോ ഒരു ഉപകാരം ചെയ്തു കൊടുത്തതിന്റെ പകരം ചെയ്യുകയാണ്. ഹിന്ദുക്കളുണ്ടാവും, നമ്മുടെ അയൽവാസികൾ, ക്രിസ്ത്യാനികളുണ്ടാവും, അതല്ലാത്തവരുണ്ടാവും, ആയിക്കോട്ടെ. ഉപകാരങ്ങൾക്ക് ഉപകാരം ചെയ്തു കൊടുക്കണമെന്നാണ്, നന്മകൾ എപ്പോഴും ഓർക്കണമെന്നാണ്. അതിന് എത്ര വലിയ ശത്രുവാണെങ്കിലും നന്മകൾ നമ്മൾ മറക്കാൻ പാടില്ല. അത് ചെയ്തു കൊടുക്കാൻ പോവാണ്. ആരെ? സാബിത്ത് ഇബ്നു ഖൈസ് ഇബ്നു ഷമ്മാസ് എന്ന തിരുനബിയുടെ അനുയായി സ്വഹാബി റളിയല്ലാഹു അൻഹു നബിയോട് വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, പൊന്നാര നബിയേ, ഈ കൂട്ടത്തിലുള്ള സുബൈർ ഇബ്നു ബാത്തയും ഞാനും തമ്മിൽ ചില ബന്ധങ്ങളുണ്ട് നബിയെ. അയാൾ എന്നെ ഒരുപാട് സഹായിച്ച ആളാണ്. സുബൈർ ഇബ്നു ബാത്തയെ നിങ്ങളൊന്ന് വിട്ടുകൊടുക്കുമോ നബിയെ? എനിക്ക് വേണ്ടി സുബൈറിനെ വധിക്കരുത് നബിയെ. അങ്ങനെയാണോ സാബിത്ത്? ആ നബിയെ, സുബൈറിനെ ഒഴിവാക്കണം. ആയിക്കോട്ടെ, സുബൈറിനെ പിടിച്ചു കൊടുത്തോളൂ, നിങ്ങൾ ഒഴിവായിക്കോളൂ. ഓടി വന്ന് സന്തോഷത്തോടെ തുള്ളിച്ചാടി വരുന്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. അബ്ശിർ യാ സുബൈർ, സുബൈറെ സന്തോഷിച്ചോളൂ, നിങ്ങൾക്ക് വധശിക്ഷയില്ല, നിങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നു, നിങ്ങൾക്ക് തിരിച്ചു പോരാ. എന്തൊരു ഭാഗ്യം! കൊല്ലാൻ വിധിച്ചിട്ട് രക്ഷപ്പെടുന്ന ഒരവസ്ഥ ആലോചിച്ച് നോക്കി. വധശിക്ഷ വിധിച്ചിട്ട്. ഞങ്ങളുടെ അടുത്ത നാട്ടിലൊരു സംഭവം ഉണ്ടായിരുന്നു, അങ്ങനെ ഞാൻ അറിയുന്ന ഇടപെട്ടിരുന്നൊരു വിഷയം. സൗദി അറേബ്യയിലേക്ക് മയക്കുമരുന്ന് കയറ്റിയിട്ടേ പിടിച്ചു. ആദ്യത്തെ ഒരു പോക്കിൽ 25,000 കിട്ടി. അപ്പൊ അടുത്ത എന്നാന്ന് ചോദിച്ചു, അടുത്ത പോക്കും കിട്ടി 25,000. റബ്ബേ, ഈ പോക്ക് പോയി ഞാൻ ഇപ്പൊ കോടീശ്വരനാവുമല്ലോ എന്ന് ചോദിച്ചു പോവുകയാണ്. ഈ പോക്ക് കുറെ പോയാൽ പിടിക്കുമല്ലോ. അല്ലാഹു തആല 3 സമയം വരെ മറച്ചു വെക്കുന്ന ചില തെറ്റുകൾ 3 വട്ടം ചെയ്ത അള്ളാഹ് പിടി കൊടുക്കുന്നതാണ്. 3-ലേറെ എത്ര പോയാലും എപ്പോഴും പിടിക്കപ്പെടാമെന്നാണ്. ഉമർ തങ്ങളുടെ ഒരു കള്ളനെ പിടിച്ചിട്ട് കൈമുറിക്കാൻ വേണ്ടി കൊണ്ടുവരാണ്. അദ്ദേഹം പറഞ്ഞു, ഉമർ ഫാറൂഖ് എന്നവരെ, അമീറുൽ മുഅ്മിനീൻ, ദയവ് ചെയ്ത് എന്റെ കൈ മുറിക്കരുത്, ഞാൻ ആദ്യമായിട്ട് ചെയ്യണം. ഖദബത യാ അദുവല്ലാഹ്, നീ അല്ലാഹുവിന്റെ ശത്രുവാണ്, നുണ പറയല്ല. ഇന്നല്ലാഹ യസ്റു അലാ അബ്ദിഹി 3 മററാത്ത്, 3 പ്രാവശ്യം അല്ലാഹു മറച്ചു വെക്കുമെന്ന് നബി തങ്ങൾ പറഞ്ഞു. ഞാൻ കേട്ടിട്ടുണ്ട്, നിന്റെ ഈ കള്ളത്തരം നീ മോഷണം ചെയ്തത് പുറത്താവണമെങ്കിൽ 3-ലേറെ തവണ നീ ചെയ്തിട്ടുണ്ട് എന്നതിന്റെ തെളിവാണത്. ശരി തന്നെയാണ്. അങ്ങനെ പിടിച്ചു. ഒരു പ്രദേശത്തിലെ 7 ചെറുപ്പക്കാർ, അതിൽ 6 പേരും മരിച്ചു. ഒരുത്തൻ, അവരുടെ കുടുംബം അവർക്ക് ദുആ ചെയ്യണം, ആള് രക്ഷപ്പെടണം എന്നൊക്കെ പറഞ്ഞത് കുറെ മുമ്പാണ്, ഒരു 10-18 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ അന്ന് കരുവന്തിരുത്തി ബീവിമ്മ ജീവിച്ചിരിപ്പുള്ള സമയമാണ്. ഒരു വലിയ സാത്വികയായ ഒരു മഹദിണ്ട് അവിടെ, ഒരു മരിച്ചുപോയി. ഞാൻ അവിടെ വഅദ് പറയാൻ വേണ്ടി ചെന്നപ്പോ ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോ ബീവിമ്മ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് രക്ഷപ്പെടുന്നു പറഞ്ഞു. ആ വാക്കാണ് ഇപ്പൊ നമ്മുടെ കുമ്പോൾ തങ്ങള്, നമുക്ക് അറിയുന്ന തങ്ങളല്ലേ, കുഞ്ഞുകോയ തങ്ങള്, ചില വാക്കൊക്കെ പറഞ്ഞ എന്താണ് മാഷാ അല്ലാഹ്. അള്ളാന്റെ ഹബീബിന്റെ ചോരല്ലേ ആ രക്തത്തിലൂടെ സയ്യിദന്മാർ, ആറ്റുകോയ തങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, സയ്യിദന്മാരുടെ ശരീരത്തിലൊക്കെ ഓടുന്നത് നബിതങ്ങളുടെ ചോരല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വാലിഹീങ്ങളായ ആളുകൾ ലൗ അഖ്സമ അലല്ലാഹി ലബറ പറഞ്ഞതുപോലെ സംഭവിക്കുന്ന, അങ്ങനെ ഉണ്ടാവും. അപ്പൊ അന്ന് അവര് ബീവിമ പറഞ്ഞു, അത് വലിയ അനുഭവമായിരുന്നു. ഞാൻ ചെന്നു, ഞാൻ ബീവിമയെ കണ്ടിട്ടില്ല, ഞാൻ അന്ന് ദാറുൽ പഠിക്കുന്ന സമയമാണ്. അപ്പോ അന്ന് വിഷയം പറഞ്ഞു, രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. പിന്നൊരിക്കൽ വഅദ് പറയാൻ വേണ്ടി പോയി കരുവന്തിരുത്തി തന്നെ. അന്ന് അവരൊന്ന് സന്ദർശിക്കാൻ വേണ്ടി പോയി. അപ്പോ അവിടെ ഉള്ള ആൾക്കെന്നെ അറിയില്ല. അവര് പറഞ്ഞു, ഒരു കുട്ടി വന്നിട്ടുണ്ട്, ഒരു മുച്ചാലിം വന്നിട്ടുണ്ട്, ആദ്യമായിട്ട് വരികയാണെന്ന് പറഞ്ഞു. ആദ്യമായിട്ട് വരില്ലല്ലോ, ആ കുട്ടി മുമ്പോടെ വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഏതായിരുന്നാലും അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഈ ചെറുപ്പക്കാരെ രക്ഷപ്പെട്ടു. ചെറുപ്പക്കാരെ രക്ഷപ്പെട്ടു. കൂടെയുള്ള 6 പേരും വധിക്കപ്പെട്ടു സൗദി അറേബ്യയിലെ. നോക്കണം, ഞാൻ പറയാൻ പോണ വിഷയം എന്താന്ന് വെച്ചാല്, ഇങ്ങനെയൊക്കെ രക്ഷപ്പെട്ട ഒരു മനുഷ്യൻ അല്ലാഹുവിനോട് എത്ര നന്ദി ചെയ്യണമെന്നാണ്. തിരിച്ചു വന്നിട്ട് ആദ്യം വന്ന കാലത്തെ കുറച്ച് ഖുർആനൊക്കെ ഓതിയിരുന്നു. സൗദി അറേബ്യയിൽ ജയിലിൽ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കും. അപ്പൊ കുറെ ഖുർആനൊക്കെ ഓതി. പിന്നെ 2ാമത് കള്ളുകൂടിയൊക്കെ തുടങ്ങി. ഇപ്പൊ ഞാൻ എന്താ അവസ്ഥ എന്നറിയില്ല. ഖബറിന്ന് തിരിച്ചു പോരുന്ന പോലെയുള്ളൊരവസ്ഥയാണ്. എന്നിട്ട് ഒരവസരം കിട്ടി നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. ഒരു തെറ്റ് ചെയ്തു, അല്ലാഹു നാണം കെടുത്തിയില്ല, നമ്മൾ പിന്നെയും തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹ് കണ്ടിട്ടുണ്ടാവില്ല, അങ്ങനൊരു സംഭവം ഇല്ല. അല്ലാഹു കാണുന്നുണ്ട്, അല്ലാഹു അറിയുന്നുണ്ട്.
ബഹുമാനപ്പെട്ട താഖ ഉസ്താദ് അവറുകൾ നമ്മുടെ സദസ്സിലേക്ക് വരുന്നു. അല്ലാഹു ആയുസ്സും ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇൻഷാ അല്ലാഹ് നമ്മളൊരു 10 മിനിറ്റിന്റെ താഴെ എൻ്റെ മുമ്പിൽ സമയമുള്ളൂ. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഉസ്താദ് ഇവിടെ ദുആ ചെയ്യും. നമ്മുടെ പരിപാടി ധന്യമായി. ഒരുപാട് മഹത്തുക്കളായ ആലിമീങ്ങൾ നമ്മുടെ സദസ്സിലേക്ക് എത്തിക്കഴിഞ്ഞു. അത് അല്ലാഹുവിന്റെ വലിയൊരു സൗഭാഗ്യമാണ്. നമ്മുടെ ആലിമീങ്ങൾക്കൊക്കെ അല്ലാഹു ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ. അത്രയും ലാളിത്യവും സരളതയും മുഖത്ത് നോക്കിയാൽ ഈമാനിന്റെ പ്രഭയുമുള്ള ഒരു വലിയ സൗഭാഗ്യം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ ഉലമാഇന്റെ പ്രത്യേകതയാണ്. അള്ളാഹു അവർക്ക് ആയുസ്സും ആഫിയത്തും സലാമത്തും അള്ളാഹു നൽകട്ടെ. എല്ലാവിധ ശർറുകളിൽ നിന്നും ഖൈദുകളിൽ നിന്നും ലൈസൻസ് ഇല്ലാത്ത ചില നാവുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മുടെ ആലിമീങ്ങളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സുബൈർ ഇബ്നു ബാത്തയെ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. സാബിത്ത് റളിയല്ലാഹു അൻഹു ഓടി വന്ന് പറഞ്ഞു, സുബൈർ നിങ്ങളെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു, നിങ്ങളെ കൊല്ലപ്പെടൂല. അദ്ദേഹം പറഞ്ഞു സന്തോഷം. അങ്ങനെ രണ്ടുപേരും കൈപിടിച്ച് ഇങ്ങനെ നടക്കുന്ന നടത്തത്തിലൂടെ നിന്നു. സാബിത്ത് തങ്ങൾ ചോദിച്ചു, സാബിത്ത് ഇബ്നു ഖൈസ് ഇബ്നു ഷമ്മാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തിനാ സുബൈർ ഇബ്നു ബാത്ത അവിടെ നിൽക്കുന്നത്? ഞാൻ പറഞ്ഞു, ഒരു വൃദ്ധനായ മനുഷ്യൻ ഒറ്റയ്ക്ക് രക്ഷപ്പെട്ടിട്ട് എന്ത് കാര്യം? അയാളെ പരിപാലിക്കാൻ സൂക്ഷിക്കാന് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കാൻ ഒരു ഭാര്യയോ കുട്ടികളോ കൂടല്ലാതെ ഒരു മനുഷ്യൻ മാത്രം രക്ഷപ്പെട്ടിട്ട് എന്ത് കാര്യം? സാബിത്ത് തങ്ങൾ ചോദിച്ചു, സുബൈർ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെയും കുട്ടികളെയും രക്ഷപ്പെടുത്തണമെന്നുണ്ടോ? ഇവിടെ നിൽക്കി ഇപ്പൊ വരാം. ഓടുകയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ജൂതന് വേണ്ടി ഉപകാരം ചെയ്യാ ആര്? സാബിത്ത് റളിയല്ലാഹു അൻഹു ഓടിച്ചെന്ന് പറഞ്ഞു, പൊന്നാര നബിയെ ഇങ്ങനെയാ സുബൈർ ഇബ്നു ബാത്ത പറയുന്നത്. അതുകൊണ്ട് നബിയെ അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളെ ഒന്ന് വിട്ടു കൊടുക്കണം നബിയെ, വെക്കോട്ടെ, അവരും പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റെക്കമെൻഡുകൾ റെക്കമെൻഡ് ചെയ്യുന്നത് കൂലുള്ള വിഷയമാണെന്ന്, ശഫാഅത്ത് ചെയ്യണമെന്നാണ്, റെക്കമെൻഡ് ചെയ്യണം, റെക്കമെൻഡ് സ്വീകരിക്കപ്പെടുകയും വേണമെന്നാണ്. അപ്പോ ചെയ്തു. ഭാര്യയും കിട്ടി, മക്കളെയും കിട്ടി. സുബൈർ ഇബ്നു ബാത്തയും ഭാര്യയും മക്കളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ കൊച്ചവിടെത്തിയപ്പോ അവിടെ നിന്നു. സാബിത്ത് തങ്ങൾ ചോദിച്ചു, ഇനി എന്താ, ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. അവര് പറഞ്ഞു, ഞാനും മക്കളും കുട്ടികളും രക്ഷപ്പെട്ടു, ശരി തന്നെയാണ്, പക്ഷെ തിന്നാന് പൈസ വേണ്ടേ? എന്റെ പൈസ മുഴുവൻ പിടിച്ചു വെച്ചിരിക്കല്ലേ അവിടെ, സമ്പത്തില്ലാതെ ഞങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ നിങ്ങളെ സമ്പത്ത് വേണമെന്ന വിഷയം ഇവിടെ ഇപ്പൊ തരാം, ഞാൻ ഇപ്പൊ പറയാം നബിയോട്. ഓടിച്ചെന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, സുബൈർ ഇബ്നു ബാത്താക്ക് അവരുടെ സമ്പത്തും വേണമെന്ന് പറയുന്നുണ്ട്. അത്ലിഖൂ മാലഹു, സമ്പത്തും വിട്ടുകൊടുത്തേക്കണം, കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ എന്തൊക്കെ കിട്ടി? ശരീരം കിട്ടി, ഭാര്യ കിട്ടി, മക്കള് കിട്ടി, എല്ലാം കിട്ടി. സാബിത്ത് റളിയല്ലാഹു അൻഹു ഇടക്കിടക്ക് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു, സുബൈർ ഇബ്നു ബാത്ത, ഈ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ നബിയാണെന്ന് നിങ്ങൾക്കറിയുമല്ലോ, നിങ്ങളത് പറഞ്ഞ ആളല്ലേ? അന്നൊരിക്കൽ ചമന്ന നക്ഷത്രം ഉദിച്ചപ്പോ നിങ്ങളത് പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾക്കൊന്ന് മുസ്ലിമായാൽ നിങ്ങളുടെ ദുന്യാവും ആഖിറവും രക്ഷപ്പെടൂലേ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധിക്കപ്പെടാൻ അർഹനായിട്ട് ഏകനായ അല്ലാഹുവായ സൃഷ്ടാവായ അല്ലാഹു മാത്രമേ ഉള്ളൂ എന്നും വഅന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണെന്നും സാക്ഷ്യം വഹിക്കുന്ന ഒരു വാക്ക് നിങ്ങൾ നാവുകൊണ്ട് മനസ്സുറപ്പിച്ച് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ രക്ഷപ്പെടൂലേ? ഒരു മറുപടിയില്ല. മക്കൾ കിട്ടിയിട്ടുണ്ട്, ഭാര്യ കിട്ടി, സമ്പത്ത് കിട്ടി, നടന്നുകൊണ്ടിരിക്കുമ്പോ സുബൈർ ഇബ്നു ബാത്ത പോകുന്ന പോക്കിലൊരു നൃത്തം അവിടെ നിൽക്കുകയാണ്. സാബിത്ത് ചോദിച്ചു, എന്ത് പറ്റി? സുബൈർ ഇബ്നു ബാത്തയുടെ ചോദ്യം, മാ ഫഅല സയ്യിദുനാ അല്ലദീ കഅന്ന വജ്ഹഹു മിർആത്തുൻ സുയ്നിയ്യ തതറാഅ ഫീഹാ അദാറൽ ഹയ്യ, നമ്മുടെ ഗോത്രത്തിലുള്ള സുമുഖനായ ഒരു ചെറുപ്പക്കാരനില്ലേ, ആ ചെറുപ്പക്കാരന്റെ മുഖം ഒരു കണ്ണാടിച്ചില്ല് പോലെ. എങ്ങനത്തെ കണ്ണാടി? നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരി പെണ്ണുങ്ങളൊക്കെ പോയി നോക്കിയിരുന്ന മുഖമുള്ള ആ ഒരു സുമുഖൻ, അയാൾക്ക് എന്തു പറ്റി? സാബിത്ത് ചോദിച്ചു, നിങ്ങൾ ആരെ പറ്റിയാ പറയുന്നത്?
കഅബ് ഇബ്നു അസദിൻ സയ്യിദിനാ, നമ്മുടെ നേതാവ് കഅബ് ഇബ്നു അസദിന് എന്ത് പറ്റി? നേരത്തെ വാദം പറഞ്ഞില്ലേ കൂട്ടരെ 3 ഓപ്ഷൻ ഞങ്ങൾക്കുള്ളത്. ആ കഅബ് ഇബ്നു അസദിന് എന്ത് പറ്റി? തങ്ങൾ പറഞ്ഞു ഖുതിൽ, വധിക്കപ്പെട്ടിരിക്കുകയാണ്, വിധി നടപ്പാക്കപ്പെട്ടു, നിങ്ങൾ രക്ഷപ്പെട്ടിട്ടുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ. കുറച്ചും കൂടെ അങ്ങ് നടന്നു, പിന്നോട് നിന്ന് നിൽക്കുകയാണ്, ഭാര്യ കുട്ടികളൊക്കെ ഉണ്ട്. സാബിത്ത് ചോദിച്ചു റളിയല്ലാഹു അൻഹു, എന്തിനാണ് നിൽക്കുന്നത്? ചോദിച്ചു ഫമാ ഫഅല സയ്യിദുൽ ആഖിർ, നമ്മുടെ വേറൊരു നേതാവില്ലേ, സയ്യിദുൽ ഹാദിർ വൽ ബാദി, നമ്മുടെ നാട്ടുകാർക്കും നഗരക്കാർക്കും ഒക്കെ സയ്യിദായ മനുഷ്യൻ. സാബിത്ത് തങ്ങൾ ചോദിച്ചു, ആരെ പറ്റിയാണ് നിങ്ങൾ പറയുന്നത്? ഹുയൈ ഇബ്നു അഖ്തബ് എന്ന് പറയുന്ന ജൂത കുടുംബങ്ങളുടെ നേതാവില്ലേ, ഹുയൈ ഇബ്നു അഖ്തബിന് എന്തു പറ്റി? ഖുതിൽ, വധിക്കപ്പെട്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ അങ്ങനെ നടന്നു ഇയാൾ. സാബിത്ത് തങ്ങൾ ചോദിക്കുന്നുണ്ട്, മുസ്ലിമാവുന്നുണ്ടോ? കലിമ ചൊല്ലാൻ റെഡിയാണോ? ഷഹാദത്ത് വേണോ? മറുപടി ഇല്ല. കുറച്ചോടെ ചെന്ന് നിൽക്കുകയാണ്. ജീവനും പെണ്ണും കുടുംബവും സമ്പത്തും തിരിച്ചു കിട്ടിയ മനുഷ്യൻ, കൂടുള്ളവരൊക്കെ വധിക്കപ്പെട്ടിരിക്കുകയാണ്. കുറച്ചുകണ നടന്നിട്ട് അവിടെ തന്നെ നിന്നു. സാബിത്ത് തങ്ങൾ ചോദിച്ചു, ഇനി എന്തെങ്കിലും ഉണ്ടോ? അയാളുടെ ചോദ്യം വന്നു, فما فعل مقدمتنا إذا شددنا وحاميتنا إذا فررنا, യുദ്ധങ്ങളിൽ നമുക്ക് ആവേശം പകരുന്ന മുന്നണി പോരാളികളായ ആളുകൾ എവിടെ? പിന്നണി പോരാളികൾ എവിടെ? അവർക്കെന്തു പറ്റി? സാബിതങ്ങൾ ചോദിച്ചു, നിങ്ങൾ ആരെ പറ്റിയായി പറയുന്നത്? പറഞ്ഞു അസാൽ ഇബ്നു ശമൂൽ എന്ന് പറഞ്ഞ ധീരനായ നമ്മുടെ നേതാവുണ്ട്. അസാൽ ഇബ്നു ശമൂൽ എന്തു പറ്റി? മഖ്തൂൽ, പ്പെട്ടിരിക്കുന്നു, ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഉടനെ ചോദ്യം വന്നു, ഫമാ ഫഅല സാദത്തുൽ മജ്ലിസൈൻ, 2 മഹാസദസ്സുകൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന നേതാക്കന്മാരൊക്കെ എവിടെ? ആരെപ്പറ്റി ഞങ്ങൾ ചോദിക്കുന്നത്? ബനി കഅബ് ഇബ്നു ഖുറൈള വബനി അംർ ഇബ്നു ഖുറൈള, കഅബ് ഇബ്നു ഖുറൈളയുടെയും അംർ ഇബ്നു ഖുറൈളയുടെയും മക്കൾക്കൊക്കെ എന്ത് പറ്റി? ഖുതിലു, അവരൊക്കെ ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞു. അബിതങ്ങൾ ചോദിച്ചു, സുബൈർ ഇബ്നു ബാത്ത അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്തില്ലേ? തിരുനബി റഹ്മത്ത് ചെയ്തില്ലേ? ഇനിയും ഒരു ജൂതനായി നടക്കണോ? നിങ്ങൾക്ക് ഇസ്ലാം എന്താണെന്ന് മനസ്സിലായിട്ടില്ലേ? മുസ്ലിമാവണോ? അങ്ങ് നിന്നിട്ട് പറയാം. അവസാനത്തെ തീരുമാനമെടുക്കാൻ പോകുന്നു. തീരുമാനമെടുക്കാൻ ചില ആളുകളെ അവസാനം വരെ എത്തിപ്പോ റമളാനിലൊക്കെ നന്നാവുന്ന ആൾക്കാരുണ്ടാവും. 30 നോമ്പ് പറ്റും, അതിന്റെ മുമ്പ് ഒരു നോമ്പ് നിസ്കാരമില്ലാത്ത ആൾക്കാർ ഇപ്പൊ നിസ്കാരം തുടങ്ങിയിട്ടുണ്ടാവും. അൽഹംദുലില്ലാഹ്, അവരൊന്നും നിരുത്സാഹപ്പെടുത്തരുത്, നന്നായി പ്രോത്സാഹിപ്പിക്കുക, അവർക്ക് സഹായിക്കുക, ചെയ്തു കൊടുക്കുക. നിസ്കാരത്തിൽ ഓതണ്ട, ഞാൻ പഠിപ്പിച്ചുതരാം, ഫാത്തിഹ ഞാൻ പഠിപ്പിച്ചുതരാം, തജ്വീദ് എന്റെ കൂടെ ഇരിക്കും, ഞാൻ എഴുതി തരാം. ഇങ്ങനെ നമ്മൾ പ്രാക്ടീസ്, അവർക്ക് എന്ത് ചെയ്യാം? പ്രചോദനം കൊടുക്കണമെന്നാണ്. ഉദാഹരണം പറയാം, റമളാനൊക്കെ കഴിഞ്ഞു, ശവ്വാൽ 1 പെരുന്നാളാവുകയാണ്. ഇപ്പൊ ഈ ചെറുപ്പക്കാരൻ പള്ളിക്കൊന്നും അങ്ങനെ വന്നിട്ടില്ല റമളാനിലൊക്കെ. ആ റമളാൻ കഴിഞ്ഞ ആ പെരുന്നാളിന്റെ ആവേശത്തിൽ പുതിയ കുപ്പായൊക്കെ ഇട്ട് നല്ല പുതിയ ചെരുപ്പൊക്കെ വാങ്ങി നിസ്കാരത്തിനൊക്കെ വന്ന് പെരുന്നാൾ നിസ്കാരത്തിനൊക്കെ കൂടി റാഹത്തായി പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോണ്ട് ചെരുപ്പാരോ അടിച്ചു മാറ്റിക്കണേ. അപ്പൊ അവൻ പറയും, ഈ പണിക്ക് ഇനി ഞാനില്ല, പള്ളിക്ക് വന്നാ. ഓന്റെ ഒരു ചെരുപ്പിന്റെ പേരിൽ അവൻ ആഖിറം ഒഴിവാക്കി പോകും. ആ, എത്ര ആൾക്കാരുണ്ട് അങ്ങനെ? നിസ്സാര വിഷയം ഉണ്ടാവും. സുബൈർ ഇബ്നു ബാത്തൊക്കെ തീരുമാനമെടുക്കുന്ന സമയമാണ്. കള്ളു കുടിക്കുന്ന മനുഷ്യന്മാർ ആദ്യമായിട്ട് കള്ളുടിയൊക്കെ നിർത്തിയിട്ട് പള്ളിക്ക് വരുന്ന സമയത്ത്, അന്ന് ഉസ്താദിന്റെ വേദ കള്ളുടിനെ പറ്റിയാണെങ്കിൽ പിന്നെ ഉപ്പര് വരൂല. ഇതിനെ പറ്റി ആരോ അവിടെ പറഞ്ഞെടുത്തുള്ള മൂലയിരിക്കുകയാണ്, ഞാൻ വരൂല. സുബൈർ ഇബ്നു ബാത്തൊക്കെ നന്നാവാനുള്ള അവസരം അല്ലാഹു കൊടുത്തിരിക്കുന്നു. നമുക്കൊക്കെ റമളാന് കിട്ടിയ പോലെ ഒരു സുവർണാവസരം, തീരുമാനമെടുക്കണം നന്നാവാനുള്ള. സുബൈർ ഇബ്നു ബാത്ത തിരിഞ്ഞു നിന്നുകൊണ്ട് പറയുന്നുണ്ട്, തിരിഞ്ഞു നിന്നുകൊണ്ട് സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് അവസാനത്തെ വാക്ക് പറഞ്ഞു. സാബിത്തേ, അസ്അലുക യാ സാബിത്ത് ബിയദി ഇൻദക്, സാബിത്തേ ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധം മാനിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, അൻ അൽഹിഖ്നി ബിൽ ഖൗം. അസാൽ ഇബ്നു ശമൂലും ഹുയൈ ഇബ്നു അഖ്തബും കഅബ് ഇബ്നു അസദും ബനു അംർ ഇബ്നു ഖുറൈളയും ഒക്കെ മരിച്ചുപോയില്ലേ, അവരോടൊപ്പം ഞാനും പോകട്ടെ. ഫമാ ഫിൽ ഐശി ഖൈറും ബഅദഹും, ഇവരൊക്കെ മരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ മാത്രം ജീവിച്ചിട്ട് എന്ത് കാര്യം? എനിക്കും ഒരു ജൂതനായി മരിക്കണം, എന്നെ വധിച്ചോട്ടെ, ഞാനും പോവുകയാണെന്ന് പറഞ്ഞ് നരകത്തിലേക്ക് ചവിട്ടിപ്പോയ സുബൈർ ഇബ്നു ബാത്തയുടെ ചരിത്രം നമ്മൾ പഠിക്കുന്നത്. സുവർണാവസരം നമ്മുടെ കൺമുമ്പിലേക്ക് അല്ലാഹു തന്നിട്ട് ഇനിയൊന്ന് നന്നായി ഇക്കാലം
വരെ ചെയ്തു കൂട്ടിയ തെറ്റുകളൊക്കെ ഒന്ന് മറന്നുപോയി അള്ളാഹുവിനോട് തൗബ ചെയ്ത് കഴിഞ്ഞാൽ തെറ്റുകളിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങുന്നവർക്ക് തെറ്റില്ലാത്തവരെ പോലെയാ. ഈ റമളാൻ കഴിഞ്ഞാൽ പിന്നെ ഒരു പുതിയ ജീവിതം. റമളാനിന്റെ മുമ്പുള്ള എല്ലാവിധ ഏർപ്പാടുകളും നിർത്തിവെച്ച് ഒരു പുതിയ ജീവിതം. ഞാനൊരു പുതിയ ആളാവുകയാണ്, ഞാൻ ഇനി മുതൽ ഒരു പുതിയ മുഅ്മിനാണ്, ഞാൻ ഇന്നു മുതൽ നന്നാവുകയാണെന്ന് തീരുമാനമെടുത്ത് നന്നാവേണ്ട സമയം. റമളാൻ കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ പുതിയ റിലീസായ സിനിമ കാണാൻ വേണ്ടി മംഗലാപുരത്തേക്കോ കാസർകോട്ടേക്കോ വണ്ടി കയറുന്ന ചെറുപ്പക്കാരാ, നിന്റെ റമളാനൊക്കെ എന്ത് റമളാൻ? റമളാൻ കഴിഞ്ഞാൽ ഗാനമേളകളുടെ സദസ്സിൽ പോയിരുന്ന് നിന്റെ സർവമാന നന്മകളും കെടുത്തിക്കളയുന്ന നിന്റെ മ്യൂസിക്കും പാട്ടും ഡാൻസുകളും ടിവിക്ക് മുമ്പിൽ സീരിയലും മലയാളവും ഹിന്ദിയും കണ്ടിരിക്കുന്ന ഉമ്മമാരെ, നിങ്ങളുടെ റമളാനും ലൈലത്തുൽ ഖദറൊക്കെ എന്തുണ്ടായി? അവസാനത്തെ 10 അങ്ങാടി തെരുവുകളിലൂടെ ഷോപ്പിംഗ് ഇറങ്ങുന്ന പെണ്ണുങ്ങളൊന്ന് മനസ്സിലാക്കണം. റമളാൻ 27 കഴിഞ്ഞാൽ റമളാൻ പിരിച്ചുവിടരുത്. റമളാൻ 27 അവസാനിക്കുന്നില്ല, 28 ഉണ്ട്, അവിടെ 29 ഉണ്ട്. 29 ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ ആവാൻ സാധ്യതയുള്ള രാവുകളാണ് അതൊക്കെ. 21, 23, 25, 27, 29. 27 കഴിഞ്ഞാൽ നമ്മൾ റമളാൻ ഡിസ്മിസ് ചെയ്തു. അള്ളാഹുവിന്റെ റഹ്മത്ത് വരുന്നുണ്ട്. ഈ ഉമ്മത്തിന് അള്ളാഹു 5 ഗുണങ്ങൾ നൽകിയിട്ടുണ്ട്. റമളാനിൽ ഒരു സമൂഹത്തിന് മുമ്പ് അള്ളാഹു നൽകിയിട്ടില്ല. യുഗ്ഫറു ലഹും ഫീ ആഖിരി ലൈല, റമളാനിന്റെ അവസാനത്തെ രാവിലെ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോ സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ആ പുറത്തു കൊടുക്കുന്നത് ലൈലത്തുൽ ഖദറിലാണോ? അല്ല, ആഖിറു ലൈല. ഒരാൾ അധ്വാനിച്ചാൽ ആ അധ്വാനത്തിന് ജോലിക്ക് വേതനം കൊടുക്കുന്നത് അധ്വാനം കഴിയുന്ന അവസാനത്തിലാണല്ലോ. റമളാൻ നോമ്പ് നോറ്റ അവസാനത്തെ രാവിൽ ഈ ഉമ്മത്തിന് അള്ളാഹു പുറത്തു കൊടുക്കുന്നത് ഈ ഉമ്മത്തിന് മാത്രം അള്ളാഹു തന്ന പ്രത്യേകതയാണ്. അള്ളാഹുവിന്റെ മാഫറത്തുമായി മലക്കുകൾ വരുമ്പോഴേ നമ്മളുടെ പെണ്ണുങ്ങളൊക്കെ അന്യ ചെറുപ്പക്കാരോട് കൊഞ്ചിക്കൊഴഞ്ഞാടി നമ്മുടെ ടെക്സ്റ്റൈൽസുകളിലും അങ്ങാടി തെരുവുകളിലും നടക്കുമ്പോ അള്ളാന്റെ മാഫറത്ത് നമ്മുടെ കയ്യിലേക്ക് വരുമോ? നമ്മളപ്പോഴേക്കും പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടിയിട്ടുണ്ട്. 27 കഴിഞ്ഞിട്ട് തറാവീഹിന് ആളില്ല, ഖിയാമുൽ ലൈലിന് ആളുകളില്ല, ഇത്തികാഫിന് ആളില്ല, സുബ്ഹി നിസ്കാരത്തിന് ജമാഅത്തിന് ആളില്ല. ഇങ്ങനെ വന്നാൽ എന്ത് റമളാൻ? അതുകൊണ്ട് മുഅ്മിനേ, സൗമുലി, നിങ്ങൾ എനിക്ക് വേണ്ടിയാണത് ചെയ്യുന്നതെങ്കിൽ ഞാനതിന് വളരെ വണ്ണമായ പ്രതിഫലം നൽകാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞ റമളാൻ ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളുടെ വയറിനോടല്ല നിങ്ങളുടെ ഖൽബിനോടുള്ള തർബിയത്താണ്, ഹൃദയത്തിനുള്ള മാറ്റമാണ്, ഹൃദയത്തിനുള്ള തഖ്വയാണ് നിങ്ങൾക്ക് ലഭിക്കേണ്ടത്. തഖ്വ എന്ന് പറഞ്ഞാൽ അൽ ഖൗഫു മിനൽ ജലീൽ വൽ അമലു ബിത്തൻസീൽ വൽ ഖനാഅതു ബിൽ ഖലീൽ വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ. ഇത് സാധ്യമാണോ എന്നാണ് റമളാൻ കൊണ്ട് അല്ലാഹു ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് അല്ലാഹുവിനെ പേടിയുണ്ടോ? വിശുദ്ധ ഖുർആന്റെ നിയമങ്ങൾ അംഗീകരിക്കാൻ ഒരുക്കമാണോ? അല്ലാഹു നൽകിയ ഏറ്റവും ചെറുതുകൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടുമോ? മരിക്കുന്ന ലോകത്തിന് വേണ്ടി റെഡിയായി നിന്നിട്ടുണ്ടോ? ഇതുണ്ടെങ്കിൽ യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. ഈ ലക്ഷ്യം നമ്മൾ പ്രാപിച്ചു. അല്ലാഹു നമ്മെ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു ഈ സദസ്സിൽ നമുക്ക് മഗ്ഫിറത്തും റഹ്മത്തും തരട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, ഉസ്താദന്മാർക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ സദസ്സിൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കാൻ ഉസ്താദുണ്ട്. ആരും എഴുന്നേൽക്കരുത്. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഇവിടുത്തെ അവിടെ ഇരിക്കുന്നുണ്ട്, ആരും എഴുന്നേൽക്കരുത്. ദുആ കഴിഞ്ഞിട്ടേ പോകാവൂ. എനിക്ക് നിങ്ങൾ ക്ഷമ തരണം. പറഞ്ഞില്ല, ഇന്റർസിറ്റി 12:25 കാസർഗോഡ് എത്തണം. അതുകൊണ്ട് പോവാൻ നിങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്തണം. ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.